നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. ഗതാഗത മന്ത്രി CP ജോണിൻ്റെ വിവാദ പ്രസംഗമാണ് ഇപ്പോൾ വലിയ ചർച്ച. ശരിക്കും CP ജോൺ കേരളത്തിലെ സ്ത്രീകളെ അപമാനിച്ചോ? അതോ മന്ത്രി വിശദീകരിക്കും പോലെ കേരളത്തിലെ കുടുംബിനികളുടെ കയ്യിൽ പണമില്ലെന്ന വസ്തുത പറഞ്ഞു വന്നപ്പോൾ ഇങ്ങനെ ആയതാണോ? താൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചതെന്ന് CP ജോണിനെ പോലെ ഒരാൾ പറയുമ്പോൾ ഇതുവരെയുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ വെച്ച് തൽക്കാലം തള്ളിക്കളയുന്നില്ല. പക്ഷേ ഉദ്ദേശശുദ്ധി എത്ര വലുതാണെങ്കിലും വാക്കുകളും പ്രയോഗങ്ങളും ന്യായീകരിക്കാവുന്നതല്ല. പ്രത്യേകിച്ച് മന്ത്രിയായിരിക്കുമ്പോൾ വാക്കുകളിൽ പുലർത്തേണ്ട ജാഗ്രത ആ പ്രസംഗത്തിൽ ഉണ്ടായില്ല. ആദ്യം തൻ്റെ പ്രസംഗത്തെയും നിലപാടിനെയും വിശദീകരിച്ച് ന്യായീകരിച്ച് രംഗത്ത് വന്ന CP ജോൺ പക്ഷേ വിവാദം കൈവിട്ടു പോകുമെന്ന് വന്നതോടെ തിരുത്തുമായി വീണ്ടും വന്നു. പ്രസംഗിക്കുമ്പോൾ ഇനി കൂടുതൽ ശ്രദ്ധിക്കുമെന്നും ബസിൽ സ്ത്രീകളുടെ തള്ളിക്കയറ്റം എന്ന വാക്ക് ഉപയോഗിക്കേണ്ടിയിരുന്നില്ല എന്നുമാണ് വിശദീകരണം. സർക്കാർ പ്രഖ്യാപിച്ച സൗജന്യയാത്ര പ്രയോജനപ്പെടുത്തിയ സ്ത്രീകളെ അപമാനിച്ച മന്ത്രി മാപ്പ് പറയണമെന്ന ആവശ്യത്തിലാണ് പ്രതിപക്ഷം. കേരളത്തിൽ കുടുംബിനികൾ പൊതുഗതാഗതത്തെയും പൊതു ആരോഗ്യ സംവിധാനങ്ങളെയും ആശ്രയിക്കുമ്പോൾ കുട്ടികളെ ഉയർന്ന ഫീസ് കൊടുക്കേണ്ട സ്കൂളുകളിൽ അയക്കുന്നത് അവർ അനുഭവിച്ച ദാരിദ്ര്യം അവരുടെ കുട്ടികൾ അനുഭവിക്കരുതെന്ന ചിന്തയിലാണെന്നും മന്ത്രി വിശദീകരിക്കുന്നു. മറ്റൊരു ചോദ്യം കൂടി ഇവിടെ അപ്പോൾ പ്രസക്തമാണ്. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സംവിധാനത്തിൽ പഠിച്ചാൽ കുട്ടികൾ രക്ഷപ്പെടില്ലെന്ന് തോന്നൽ മലയാളിക്കുണ്ടോ? വലിയ ഫീസ് കൊടുക്കാനില്ലാത്തത് കൊണ്ടാണ് കുടുംബിനികൾ സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ സർക്കാർ ആശുപത്രികൾ മോശമാണ് എന്നല്ലേ ഈ വാക്കുകളുടെ അർത്ഥം? അങ്ങനെയെങ്കിൽ ഈ സംവിധാനങ്ങൾ എങ്ങനെ മെച്ചപ്പെടുത്തണം എന്നല്ലേ ഈ മന്ത്രിസഭയിൽ അംഗമായിരിക്കേണ്ട ഒരാൾ പറയേണ്ടത്? ഇങ്ങനെ പലതരം വ്യാഖ്യാനങ്ങൾക്കും ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴി തുറക്കുന്നതാണ് മന്ത്രി CP ജോണിൻ്റെ വാക്കുകൾ. ഇതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. തൃശ്ശൂരിൽ നിന്നും സുബേറാണ് ആദ്യ പ്രേക്ഷകനായി എത്തുന്നത്. ശ്രീ സുബേർ, താങ്കൾ CP ജോണിൻ്റെ ആദ്യത്തെ പ്രസംഗവും അതിനുശേഷം നൽകിയ വിശദീകരണവും അതിനുശേഷം ഏറ്റവും ഒടുവിൽ വന്ന വിശദീകരണവും ഒക്കെ കേട്ട് കാണും എന്ന് കരുതുന്നു. അങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ താങ്കൾക്ക് എന്ത് തോന്നുന്നു? CP ജോൺ യഥാർത്ഥത്തിൽ കേരളത്തിൽ ഈ സൗജന്യം പ്രഖ്യാപിച്ചിട്ട് അത് ഉപയോഗിച്ച സ്ത്രീകളെ അപമാനിക്കുന്നത് ഒരു മന്ത്രി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാണോ? ശ്രീ രാധാകൃഷ്ണനാണ് ചാത്തന്നൂരിൽ നിന്ന്. ശ്രീ രാധാകൃഷ്ണൻ, താങ്കൾക്ക് പറയാം. ശ്രീ കിരൺ, ഇന്നലെ മുഖ്യമന്ത്രിയുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇന്ന് CP ജോണിന്റെ വിഷയവും. ഈ രണ്ടുപേരും പറഞ്ഞ ഒരു നിരുത്തരവാദപരമായ ഒരു ഡയലോഗുണ്ട് നിങ്ങളെ പത്രക്കാരുടെ മുന്നിൽ. പത്രക്കാർ ചോദിച്ചപ്പോൾ ഇന്നലെ ശ്രീ VD സതീശൻ പറഞ്ഞത് ഞാൻ ഇനി ഊണ് കഴിക്കാതിരിക്കാം എന്ന് കളിയാക്കുന്ന രീതിയിലാണ് പറഞ്ഞത്. ഇന്ന് അതുപോലെയാണ് CP ജോൺ പറഞ്ഞത്. നിങ്ങളുടെ കയ്യിൽ ദൃശ്യങ്ങളുണ്ടല്ലോ. ഇനി ഞാൻ തള്ളിക്കയറുക എന്ന വാക്ക് ഉപയോഗിക്കാതിരിക്കാം. തികച്ചും ഇവർ അങ്ങനെയല്ല, തള്ളിക്കയറുക എന്നുള്ള വാക്ക് ഉപയോഗിക്കാതിരിക്കാന്നല്ല, അവർ തള്ളിക്കയറുക എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് ശരിയായില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. തീർച്ചയായും അത് പറഞ്ഞു. ശരിയായില്ലെന്ന് ഒരാൾ പറയുന്നതിനെ നമ്മൾ അംഗീകരിക്കണം. അത് മറ്റൊരു അത് അംഗീകരിക്കണം. ഞാനെനിക്ക് പറയാനുള്ള വിഷയം അതല്ല. അദ്ദേഹം പറയുന്നത് എന്തോ ആയിക്കോട്ടെ. പൂർണ്ണമായി അതുപോലെ തന്നെ ആ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഇടത് മഹിളാ സംഘടനകളെല്ലാം തന്നെ ആനി രാജ അടക്കം ബിജിമോൾ അടക്കം ശ്രീമതി ടീച്ചർ അടക്കം ശക്തമായി പ്രതികരിച്ചു. അങ്ങനെ തന്നെ അവർ പ്രതികരിക്കണം. സർക്കാരിന്റെ ഭാഗത്തു നിന്നൊരു വീഴ്ച ഉണ്ടായാൽ അങ്ങനെ തന്നെ പ്രതിപക്ഷം പ്രതികരിക്കുകയും വേണം. പക്ഷേ എനിക്ക് പറയാനുള്ളത് വ്യത്യസ്തമായ കാര്യമാണ്. നമ്മുടെ ഈ കിറ്റിന്റെയും സൗജന്യത്തിന്റെയൊക്കെ വിഷയം വന്നപ്പോൾ മുമ്പ് ശ്രീ MM മണി പറഞ്ഞ കാര്യങ്ങൾ വിവാദമായി. അതിന് സമാനമായിട്ടാണ് നമ്മുടെ CP ജോണും പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ യഥാർത്ഥ വിഷയം ഇവിടെ എന്തെന്നാൽ നമ്മളൊക്കെ തന്നെ ഈ സൗജന്യ യാത്ര വന്നപ്പോൾ അതിന്റെ വരും വരായികകളൊക്കെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തതാണല്ലോ. KSRTC തകർന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ തന്നെ ധാരാളം ബസ്സുകൾ കട്ടപ്പുറത്താണെന്നൊക്കെ നമ്മൾ ഈ ചില ദോഷയെതിർക്കുകൾ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അതിന്റെ യാഥാർത്ഥ്യങ്ങൾ എന്തോ ആയിക്കോട്ടെ. നമ്മുടെ വീട്ടിൽ പട്ടിണിയും ദാരിദ്ര്യവും കഷ്ടപ്പാടും വരുമ്പോൾ നമ്മൾ ഗൃഹനാഥൻ പൊട്ടിത്തെറിക്കും. അതാണ് ഇവിടെ CP ജോൺ ചെയ്തത്. തള്ളിക്കയറുക എന്നൊക്കെ അദ്ദേഹം പറഞ്ഞത് KSRTCയോട് താങ്ങാൻ പറ്റാത്ത ഈ ബാധ്യതയാണ്. അതിന് പുതിയ മാർഗങ്ങൾ അവർ തേടുകയാണ് വേണ്ടത്. പിന്നെ രണ്ടാമത് അദ്ദേഹം പറഞ്ഞ വാക്കിനോട് ഞാനൊരു സാധാരണ പ്രജ, മന്ത്രി അങ്ങനെ പറയാൻ പാടില്ല. ഞങ്ങൾ സാധാരണ ജനങ്ങൾക്ക് ഈ വസ്തുത പറയാം. സത്യമാണ് അദ്ദേഹം പറഞ്ഞത്. എല്ലാ സൗകര്യങ്ങളും വിനിയോഗിച്ചിട്ട് സൗജന്യം ഉപയോഗിക്കരുതെന്ന് അന്ന് നമ്മൾ മീഡിയകളിലെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ടിട്ട് ഒരു ഉളുപ്പ് വേണ്ടേ?
ഈ നല്ല വരുമാനമുള്ള ആൾക്കാർ ആ KSRTC ആ കണ്ടാല വണ്ടി ആ ഇടിഞ്ഞു പൊളിഞ്ഞ വണ്ടികൾ, നമ്മുടെ KSRTC ആന വണ്ടി എന്ന് പറയുന്ന ഈ വണ്ടികളിൽ തള്ളി കയറുന്നതിന് ഒരു മര്യാദ വേണ്ടേ? നമ്മൾ പറഞ്ഞു സൗജന്യം കൊടുക്കുമ്പോൾ BPL അല്ലെങ്കിൽ മാറാ രോഗമുള്ളവർ, ഹൃദ്രോഗികൾ, ക്യാൻസർ രോഗികൾ, കിഡ്നി പേഷ്യൻസ്, അങ്ങനെ ചികിത്സിക്കാൻ ബുദ്ധിമുട്ടുന്ന മാരക രോഗങ്ങളുള്ളവർക്ക്, അതുപോലെ തന്നെ BPL കൊടുക്കരുതെന്നാണ് എന്റെ അഭിപ്രായം. കാരണം AY മഞ്ഞ കാർഡ് വിഭാഗത്തിലുള്ള ഏറ്റവും പാവങ്ങൾക്ക് അവർക്ക് ഐഡന്റിറ്റി കാർഡ് കൊടുക്കുകയും അവരെ സൗജന്യമായി, ഇത് മന്ത്രി പറയാൻ പാടില്ല, അത് വേറെ കാര്യം. ഞങ്ങളത് ഇടതുപക്ഷക്കാരൻ ഞങ്ങൾ അത് കൈകാര്യം ആ രീതിയിൽ തന്നെ പറയും, സമരം ചെയ്യുകയും ചെയ്യും. പക്ഷെ ഒരു സാധാരണ പ്രജ ഉള്ള നിലയ്ക്ക് മന്ത്രി പറഞ്ഞ 3 കാര്യം ജനങ്ങൾ ഉൾക്കൊണ്ടെങ്കിൽ അത് പാലിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഒരു ഇടതുപക്ഷക്കാരനാണ്. ശരിയാണ്, ഇവർ നല്ല ഹൈടെക്, നമ്മൾ കഴിഞ്ഞ സർക്കാർ മറ്റു പ്രശ്നങ്ങളിലേക്ക് വേണം. ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്ന്. ശ്രീ ബാലകൃഷ്ണൻ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? മന്ത്രി പറയുന്നു കേരളത്തിലെ ഈ സ്ത്രീകൾക്ക് ഇങ്ങനെ ബസ്സിൽ ഇടിച്ചു കയറേണ്ടി വരുന്നത്, കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ സ്ത്രീകൾക്ക് വരാന്തയിൽ നിന്ന് പോലും ചികിത്സ തേടേണ്ടി വരുന്നത് കേരളത്തിലെ സ്ത്രീകളുടെ കയ്യിൽ പണമില്ല എന്നുള്ളത് കൊണ്ടാണ്, ആ ഒരു അർത്ഥത്തിലാണ് താൻ പറഞ്ഞതെന്ന്. പക്ഷേ ആ വാക്കുകൾ കേട്ടാൽ അങ്ങനെ അതിനെ ആ തരത്തിൽ മാത്രമല്ല വ്യാഖ്യാനിക്കാൻ കഴിയുക. ഈ KSRTCയുടെ സൗജന്യം ഉപയോഗിച്ച് സ്ത്രീകൾ എല്ലാവരും ഇടിച്ചു കയറുന്നു, എന്തോ സൗജന്യം തന്നിട്ട് അവരെ അപമാനിക്കുന്ന തരത്തിൽ വ്യാഖ്യാനിക്കാൻ കഴിയുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. എവിടെയാണ് ശരി എന്നാണ് താങ്കൾ കരുതുന്നത്? മന്ത്രിയുടെ നമസ്കാരം സർ. നമസ്കാരം. മന്ത്രിയുടെ ഭാഗത്ത് അങ്ങനെ ഒരു വാക്ക് ഉണ്ടായിട്ടില്ലെങ്കിൽ അദ്ദേഹം തിരുത്തുകയും ചെയ്തിട്ടുണ്ടല്ലോ. ഞാനവേ ഈ സർക്കാരിനെ അനുകൂലിക്കുന്ന ആളൊന്നുമല്ല. നമ്മുടെ മുമ്പ് വിളിച്ച ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി പറയുന്നത് കേട്ടു, MM മണിയും CP ജോണും സമമായിട്ടുള്ള വാചകങ്ങളാണ് ഉപയോഗിക്കുന്നത്. അത് എന്നിരുന്നാലും കേരള ജനതയ്ക്ക് അംഗീകരിക്കാനാവില്ല. MM മണിയുടെ സംസ്കാരം വേറെ, CP ജോണിന്റെ സംസ്കാരം വേറെ. പിന്നെ സൗജന്യങ്ങൾ കൊടുക്കുന്ന AY എന്ന സംഭവം കേരളത്തിൽ വേണോ? അങ്ങനെ ഒരു സംഭവം വേണ്ടല്ലോ. കാരണം ദരിദ്രമില്ലല്ലോ ഇവിടെ. ദരിദ്രമില്ലാത്ത സ്റ്റേറ്റ് അല്ലേ കേരളം? ദരിദ്രമില്ലാത്ത സ്റ്റേറ്റ് അല്ല കേരളം. ദരിദ്രമില്ലാത്ത സ്റ്റേറ്റാണ് കേരളം എന്ന് ആര് പറഞ്ഞു? ശ്രീ ബാലകൃഷ്ണൻ, ദരിദ്രമില്ലാത്ത കേരളം എന്നല്ല മുഖ്യമന്ത്രിയല്ല പ്രഖ്യാപിച്ചത്. ഏത് മുഖ്യമന്ത്രി? താങ്കൾ കേട്ടില്ല? ഞാൻ കേട്ടിട്ടില്ല ഇതുവരെ ദരിദ്രമില്ലാത്ത സ്റ്റേറ്റാണ് കേരളം എന്ന് കേരളത്തിലെ ഏതെങ്കിലും മുഖ്യമന്ത്രിമാർ പറഞ്ഞായി. അത് ശരിയാണ്. താങ്കൾ കേട്ടിട്ടില്ലെങ്കിൽ എന്റെ അറിവ് തെറ്റായിരിക്കാം. പബ്ലിക്കും കേൾക്കുന്നുണ്ടല്ലോ. പബ്ലിക്കും കേൾക്കുന്നുണ്ട്. കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പറഞ്ഞത് അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനം. അതിദാരിദ്ര്യവും അതിദരിദ്രവും ദരിദ്രരും രണ്ടാണ്. അത് ആദ്യം താങ്കൾ മനസ്സിലാക്കുക. അല്ല, ദരിദ്രരില്ലാത്ത സംസ്ഥാനമല്ല കേരളം. അതിദാരിദ്ര്യ മുക്തി നേടി എന്നർത്ഥം ദരിദ്രരില്ല എന്നല്ല. അതുകൊണ്ട് രണ്ടും ദരിദ്രരില്ല എന്ന് വ്യാഖ്യാനം ശരിയല്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. സാർ ഞാൻ ചോദിക്കട്ടെ, ശുദ്ധ ദരിദ്രം എന്ന് പറഞ്ഞാൽ ആരാ? അതിദാരിദ്ര്യവും ദാരിദ്ര്യവും രണ്ടാണ്. ശ്രീ ബാലകൃഷ്ണൻ, ശുദ്ധ ദരിദ്രം എന്ന് പറഞ്ഞാൽ ആരാണ് സാർ? ശ്രീ ബാലകൃഷ്ണൻ, അതിദാരിദ്ര്യം എങ്ങനെയാണ്? ഏതെല്ലാം മാനദണ്ഡങ്ങൾ? ഇതിനെല്ലാം കൃത്യമായ മാനദണ്ഡങ്ങൾ കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ട്. ഇത്ര വരുമാനത്തിൽ, ഇത്ര ജീവിത സംവിധാനത്തിൽ, ഇതിലെല്ലാം കുറവുള്ള ആളുകൾ, ഒട്ടും വരുമാനമില്ലാത്ത അല്ലെങ്കിൽ ജീവിക്കാൻ പാർപ്പിടമില്ലാത്ത മറ്റ് സൗകര്യം, അതിന് കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ പാലിക്കാൻ കഴിയാത്ത അത്ര ദാരിദ്ര്യത്തിൽ കഴിയുന്ന ആളുകൾ, അത് ഈ കേരളത്തിൽ മാത്രമേ ഉള്ളൂ അങ്ങനെ അതിദരിദ്രരില്ലാത്തത്. ബാക്കി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും അതിദരിദ്രർ, ലക്ഷക്കണക്കിന് അതിദരിദ്രരുണ്ട്. കേരളത്തിൽ പക്ഷേ അങ്ങനെ ഇല്ല. അത് ഇല്ലാതെയാക്കി അവരെ ആ പടിയിൽ നിന്ന് അതിന്റെ തൊട്ടടുത്ത പടിയിലേക്ക് എത്തിക്കാൻ സർക്കാരുകൾ കഴിഞ്ഞു. അതാണ് അതിന്റെ മെച്ചം. അല്ല, കേരളം നമ്പർ 1 ആണ്. ഞാൻ നമ്പർ 1 ഒക്കെ അവിടെ നിൽക്കട്ടെ, അതിദരിദ്രം ഇല്ല എന്ന് പറയുന്നത് വലിയ നേട്ടം തന്നെയാണ്. അതിന് സംശയമൊന്നുമില്ല ബാലകൃഷ്ണൻ. അത് ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തിനും താങ്കൾ പ്രതിദാനം ചെയ്ത് രാഷ്ട്രീയ പാർട്ടി ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തിനും നേടാൻ കഴിഞ്ഞിട്ടുമില്ല. അല്ല, അതിൽ താങ്കൾ സന്തോഷിച്ചോളൂ, ഞാൻ പറഞ്ഞില്ലല്ലോ. എനിക്കത് സന്തോഷവും അഭിമാനമുണ്ട്. എന്റെ നാട് അതിദാരിദ്ര്യ മുക്തി നേടി എന്ന് പറഞ്ഞതിൽ എനിക്ക് അഭിമാനമുണ്ട്. അല്ല, ഞാൻ പറയുന്നത് പുറം സ്റ്റേറ്റിൽ ഇതുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അവിടെയൊക്കെ ദാരിദ്ര്യമാണ്, അവിടെയൊക്കെ കഷ്ടപ്പാടാണ്, ജനം പ്രയാസം അനുഭവിക്കുകയാണ്. സാറിന്റെ ഇംഗിതത്തിനനുസരിച്ച് തന്നെ പറഞ്ഞു തരാം. പക്ഷെ കേരളം ശുദ്ധ ദരിദ്രം എന്ന് പറഞ്ഞാൽ എന്താ സാർ? എനിക്ക് മനസ്സിലാവും. ശുദ്ധ ദരിദ്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ശുദ്ധ ദരിദ്രം നല്ല ശ്രീ ബാലകൃഷ്ണൻ. അതിദാരിദ്ര്യത്തിന്റെ പരിധിക്ക് കൃത്യമായ മാനദണ്ഡങ്ങൾ കേന്ദ്ര സർക്കാർ തന്നെ നിശ്ചയിച്ചിട്ടുണ്ട്. ഈ ശുദ്ധ ദരിദ്രം എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല എന്താണെന്ന്. ദരിദ്രരും ശുദ്ധ ദരിദ്രരും AY കാർഡ് കൊടുക്കുന്നത് ശുദ്ധ ദരിദ്രർക്കാണ്. അങ്ങനെ ഒരു സംഭവം കേരളത്തിൽ ഇല്ലാന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ്. ആ വിഷയമല്ല നമ്മളിത് ഇടതുപക്ഷക്കാരൻ വന്നിട്ട് ഈ പൊങ്ങച്ചടിച്ചിട്ടൊന്നും പോകണ്ട. 2 ദിവസമായി VD സതീശൻ നെഞ്ഞത്ത് വാങ്ങി കയറുന്നവർ. ഓക്കി ദുരന്തം ഉണ്ടായപ്പോൾ അവിടെ മുഖ്യമന്ത്രി പിന്നെ പോയപ്പോൾ എന്താ ഉണ്ടായെന്ന് ഈ കേരളത്തിലെ നാട്ടുകാർക്ക് നന്നായിട്ട് അറിയാം സാർ. അപ്പൊ അതുകൊണ്ട് ഇവർ 2 പേരും ചക്രത്തി പോരാട്ടം നടത്തിയിട്ട് ഇവർ 2 കൂട്ടരും കേരള ജനതയ്ക്ക് ആപത്താണ്. കാരണം ഇവർക്ക് രാഷ്ട്രീയമാണ് മുഖ്യം. ഇവർക്കൊരു വിഷയം വന്നാൽ അത് ചർച്ച ചെയ്യാനല്ല സമയം.
പിന്നെ ഐക്യ ജനാധിപത്യ മുന്നണി ഇപ്പം പ്രഖ്യാപിച്ച സൗജന്യങ്ങളൊക്കെ അവരെ നടത്തിക്കൊണ്ടുപോകുന്നത് നോക്കട്ടെ, കാത്തിരുന്ന് കാണൂ, വെയിറ്റ് ആൻഡ് സീ. ഇവർക്ക് എന്തെങ്കിലും ധൃതി? ഇവരോട് ആരോടൊന്നും ബസ്സിന് പൈസയില്ല, ബസ്സിന് ശമ്പളം കൊടുക്കാൻ പൈസയില്ല, ഇടതുപക്ഷക്കാർ പിരിവെടുത്ത് തരണം എന്നൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? അപ്പൊ ഭരിക്കുന്ന സർക്കാർ കൈകാര്യം ചെയ്യുമെന്ന് ഇവരെ ഇത് പൊങ്ങച്ചക്കളിക്ക് ഇപ്പൊ കൊടുത്തോണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ എന്ന് വെച്ചാൽ ഇടതുപക്ഷക്കാർ വന്ന് പൊങ്ങച്ചം വേണ്ട, പബ്ലിക്കിന് പ്രതികരിക്കുക. ഇടതുപക്ഷം എന്ന് പറഞ്ഞ് അങ്ങനെ ഇതാക്കണ്ട. ഇടതുപക്ഷത്തിന് ഒരർഹതയില്ല ഇത് പറയാൻ. അവർ ഭരിച്ചപ്പോ ഇതിലും വളരെ മോശമായിരുന്നു. ഓക്കി ദുരന്തമുള്ളപ്പോ അപ്പൊ പോയില്ല, പിന്നെ പോയപ്പോ അവിടെ എന്താ സംഭവിച്ചത് കേരളത്തിൽ ഏറെ കാണുന്നില്ലേ? അപ്പൊ ഇതുകൊണ്ട് ആ ഘട്ടത്തിലൊക്കെയും കേരള സർക്കാർ സ്വീകരിച്ച നിലപാട്, പോസിറ്റീവായി സ്വീകരിച്ച നിലപാടുകൾക്ക് കേരളം അംഗീകാരം നൽകിയിട്ടുമുണ്ട്. അല്ല, അത് അംഗീകരിക്കണം. പിന്നെ ഞങ്ങൾ ചെയ്തു, ഞങ്ങൾ അങ്ങനെയായിരുന്നു, ഞങ്ങൾ വെച്ചിട്ട് ഇങ്ങനെയല്ല, കൂടെ വൈകുന്നേരം വന്ന് തള്ളാൻ ഒരാളുണ്ടായിരുന്നു, കെട്ടിപ്പിടിക്കാൻ ഒരാളുണ്ടായിരുന്നു. അതിനെ കൊണ്ടൊന്നും കാര്യമില്ല. ഈ മുഖ്യമന്ത്രി എന്താ ചെയ്യുന്നത് നോക്കിക്കാണുക. അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിലാണ്. അല്ലാതെ ആംഗ്യം കാണിച്ച് മുമ്പിൽ ജനത്തിന് വൈകുന്നേരം ചാനലിന് മുമ്പിൽ വന്ന് ആംഗ്യം കാണിച്ചിട്ട് കാര്യമില്ല. കൊടുത്തോ ചൂരൽമലയിൽ ആനുകൂല്യോ കഴിഞ്ഞ സർക്കാർ 750 കോടി പബ്ലിക് കൊടുത്തിട്ടുണ്ടല്ലോ, കൊടുത്തിട്ടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അതിനൊക്കെ മറുപടി പറഞ്ഞിട്ട് മതി. ഈ മുഖ്യമന്ത്രി എങ്ങനെ ഈ ഭരണം കൊണ്ടുപോകുന്നത്, അദ്ദേഹത്തിന്റെ നിയന്ത്രണം എങ്ങനെ, അദ്ദേഹം എങ്ങനെ ഏകോപിക്കുന്നു എന്ന് നോക്കൂ. അല്ലാതെ അദ്ദേഹം പൊങ്ങച്ചം പറയുന്നു വേണ്ട. അദ്ദേഹത്തിന് അങ്ങനെ കുറ്റപ്പെടുത്താനൊന്നും ആയിട്ടില്ല. അദ്ദേഹത്തിന്റെ പ്രവൃത്തി ഇപ്പം തന്നെ 80 ലക്ഷം ഒരു മാസത്തിൽ ലാഭം, ഒരു വർഷം ലാഭം വരുത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ലിറ്റോ അദ്ദേഹം വിഡ്രോ ചെയ്യുമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കേരള ജനത കൈയടി കിട്ടും. കേരള ജനത അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ബാലകൃഷ്ണൻ. ശ്രീ മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്ന്. ശ്രീ മുഹമ്മദ്, യഥാർത്ഥത്തിൽ CP ജോൺ പറയുന്നു താൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, താൻ വിശാലമായൊരു രാഷ്ട്രീയം അല്ലെങ്കിൽ വിശാലമായൊരു യാഥാർത്ഥ്യമാണ് പറഞ്ഞതെന്ന് പറയുന്നു. പക്ഷേ ആ വാക്കുകൾ അങ്ങനെയല്ല, വാക്കുകൾ മറ്റു തരത്തിൽ വ്യാഖ്യാനിക്കാൻ കഴിയുന്നത് തന്നെയായിരുന്നു, അതിന് യാതൊരു സംശയവുമില്ല. പക്ഷേ അദ്ദേഹം പറയുന്നത് അങ്ങനെയല്ല. ഞാൻ ഉദ്ദേശിച്ചത് കേരളത്തിലെ കുടുംബിനികളുടെ കയ്യിൽ പണമില്ല എന്നുള്ളത് കൊണ്ടാണ് കേരളത്തിലെ കുടുംബിനികൾക്ക് ഈ പ്രിയദർശിനി ബസ്സിൽ ഇടിച്ച് തള്ളിക്കയറേണ്ടി വരുന്നത് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. താങ്കൾക്ക് എന്താണ് ഇതേക്കുറിച്ച് പറയാനുള്ളത്? നമസ്കാരം. പിന്നെ അദ്ദേഹം പറഞ്ഞത് തള്ളിക്കയറുക എന്ന് പറഞ്ഞു, പിന്നെ 2 ഉദാഹരണങ്ങളും പറഞ്ഞു, പിന്നെ വിദ്യാഭ്യാസം ഇതൊക്കെ പറഞ്ഞു. പക്ഷേ ഇപ്പൊ അവര് വലിയ എലി കടി കുടുങ്ങിയ മാതിരിയാണ് കുടുങ്ങിയിട്ടുള്ളത്. അന്ന് 4 വോട്ടിനും വേണ്ടിയിട്ട് പിന്നെ സ്ത്രീകൾക്ക് സൗജന്യയാത്ര എന്ന് പറഞ്ഞ് കുടുങ്ങി. അത് കൊടുക്കേണ്ട സന്ദർഭം വന്ന് കൊന്നു. ഓഫീസേഴ്സ് തൊട്ടിട്ടുള്ള എല്ലാ സ്ത്രീകളും കോഴിക്കോട് തൊട്ട് മഞ്ചേരി വരെ, മഞ്ചേരി തൊട്ട് കോഴിക്കോട് വരെ പ്രിയദർശിനി വരുന്നതും കാത്ത് നിൽക്കുക. പ്രിയദർശിനിക്ക് കാത്ത് കുറെ ആദായം കിട്ടും. കാരണം അവർക്ക് ഉദ്യോഗസ്ഥർക്ക് അല്ലാത്തവർക്ക് എല്ലാവർക്കും കിട്ടും. സാധാരണക്കാർ വല്ല പെണ്ണുങ്ങളൊക്കെ പറ്റിപ്പിടിച്ച് കയറിയൊക്കെ അങ്ങനെയും പോകും. അവർക്ക് അത്യാവശ്യം വിളവൊക്കെ ഉള്ളതുകൊണ്ട് അവരും കയറി പോകും. ഇപ്പോൾ ഒരു കുടുങ്ങിയിരിക്കണ്. ഇങ്ങനെ ഒരു ലക്ഷണങ്ങളിലാകാൻ ബാക്കിയില്ല. കാരണം എന്ന് വെച്ചാൽ പറഞ്ഞും ചെയ്തു, പിന്നെ ഇത് ഇങ്ങനെ ആയും ചെയ്തു, വലിയ നഷ്ടമാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് തള്ളിക്കയറുക എന്ന് പറഞ്ഞാൽ അത് മൊത്തത്തിലൊരു വാക്ക് ഒരു അശ്ലീലോ പോലൊക്കെ തോന്നുന്നല്ല. കാരണം മൊത്തത്തിൽ നമ്മൾ എല്ലാവരും ഒക്കെ പറഞ്ഞു പോകുന്നതാണ്. ഞാൻ തള്ളിക്കയറിയപ്പോഴാണ് കയറിയത് എന്നുള്ളതൊക്കെ നമ്മൾ പറയുന്നത്. അതൊരു തെറ്റല്ല. എങ്കിലും കൂടിയിട്ട് അദ്ദേഹം അതിപ്പോ കൊടുത്ത് കുടുങ്ങിയാണ്. അതിപ്പോ എങ്ങനെയും നിർത്തി കിട്ടണം എന്നുള്ള നിലക്ക് നടക്കുകയാണ്. അതാണ് ഇപ്പൊ സാറിന് അതിലെന്താ പറയാനുള്ളത്? ഓരോ എങ്ങനെയും ഇപ്പൊ അടുത്ത് നിർത്തും എന്നുള്ളതാണ് തോന്നുന്നത്. ശരി, ഓക്കെ. ഫാദർ സാമുവലാണ് കോഴിക്കോട് നിന്ന്. ഫാദർ സാമുവൽ, മന്ത്രി പറയുന്നത് താൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്ന് പറയുന്നു. അദ്ദേഹം മറ്റൊരു വിഷയമാണ് പറഞ്ഞത് എന്ന് പറയുന്നു. പക്ഷേ വാക്കുകൾ ആ തരത്തിൽ വ്യാഖ്യാനിക്കാവുന്നതായിരുന്നു. മന്ത്രിയാവുമ്പോൾ വാക്കുകൾ പറയുമ്പോൾ ആ ഒരു ജാഗ്രത പുലർത്തേണ്ടതല്ലേ? ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. മന്ത്രി CP ജോണിനെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. അദ്ദേഹം സംസാരിച്ചപ്പോൾ ചെറിയൊരു അബദ്ധം സംഭവിച്ചു. അത് തെറ്റാണെന്ന് മനസ്സിലാക്കുകയും അത് തിരുത്തി പറയുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ആദ്യം അദ്ദേഹം തിരുത്തിയില്ല. ആദ്യം അദ്ദേഹം ഞാൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. പിന്നീടാണ് അദ്ദേഹത്തിന് ബോധ്യപ്പെടലും തിരുത്തലും ഒക്കെ ഉണ്ടായത്. എന്നാലും തിരുത്തിയല്ല, അതിൽ നമുക്ക് ആശ്വസിക്കാം. എന്നാലും തിരുത്തി ആശ്വസിക്കാം. പക്ഷേ CP ജോണിനെ പോലെ ഒരാളുടെ കയ്യിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് മറ്റു രാഷ്ട്രീയക്കാരെ പോലെ അല്ല. കുറച്ചുകൂടി വ്യത്യസ്തനായി കാണുന്ന ഒരാളാണല്ലോ. അദ്ദേഹത്തിന് അങ്ങനെ ഒരു വാക്ക് പിഴവുണ്ടായെങ്കിൽ ആദ്യം തന്നെ എന്റെ കയ്യിൽ നിന്ന് പറ്റിയ പിഴവാണ് എന്ന് തന്നെ പറയേണ്ടിയിരുന്ന ഒരാളാണ് CP ജോൺ. എനിക്ക് അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് അറിയാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് CP ജോൺ അങ്ങനെ ഒരു ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല. പക്ഷേ അന്നത്തെ സാഹചര്യം അനുസരിച്ച് പറഞ്ഞതായിരിക്കാം. മറ്റൊന്ന്, KSRTയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ നഷ്ടത്തിലേക്കാണ് പോകുന്നത്.
കൂടാതെ പ്രൈവറ്റ് മേഖലയിലുള്ള ബസ് ഉടമകളും വളരെ പ്രതിസന്ധിയിലാണ് ഉള്ളത്. കാരണം അവർക്ക് യാത്രക്കാരെ കിട്ടുന്നത് വളരെ കുറവാണ്. കാരണം എല്ലാവരും ഈ പ്രിയദർശിനിയിൽ കയറുമ്പോൾ പ്രൈവറ്റ് മേഖലയിലുള്ള ബസ്സുകാരെ പ്രയാസത്തിലാണെന്ന് മുമ്പ് നമ്മൾ TV ന്യൂസിലൊക്കെ കണ്ടതാണ്. അതുകൊണ്ട് ആ കാര്യം വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ പ്രദീപാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ പ്രദീപ്, താങ്കൾ തിരുവനന്തപുരത്ത് എത്തിയോ? നമസ്കാരം കിരൺ. നമസ്കാരം. അതെ അതെ, ഓക്കെ. എങ്ങനെയുണ്ട് കേരളത്തിൽ വന്നിട്ട്? കേരളത്തിലെ ഈ വിവാദം താങ്കൾ കേട്ട് കാണുമല്ലോ. ഈ വിവാദത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? കിരൺ, ഈ മിസ്റ്റർ CP ജോൺ എന്ന് പറയുന്ന വ്യക്തി ബേസിക്കലി എനിക്ക് തോന്നുന്നു കേരള രാഷ്ട്രീയത്തിൽ അങ്ങനെ അനാവശ്യമായ കോൺട്രവേഴ്സി ഒന്നും ഉണ്ടാക്കാത്ത നല്ലൊരു വ്യക്തിപരമായ നല്ലൊരു ആളാണെന്നാണ് എന്റെ. അദ്ദേഹത്തിനൊരു അബദ്ധവശാൽ വായിൽ നിന്ന് വീണുപോയ ഒരു വാക്കായിരിക്കാം. അദ്ദേഹം അതിനെ മാറ്റി പറയുകയും ചെയ്തു. അപ്പൊ നമുക്ക് ആ വിഷയം വിടുക എന്നുള്ളതാണ് എന്റെ ഒരു പേഴ്സണൽ കാര്യം. പിന്നെ എന്റെ ഈ കഴിഞ്ഞ ഒരാഴ്ച ഞാൻ നാട്ടിൽ വന്നിട്ട് നമ്മുടെ ഇപ്പം മിസ്റ്റർ കിരൺ തന്നെ പറഞ്ഞു ദാരിദ്ര്യം ഇല്ല, അതിദാരിദ്ര്യം ഇല്ലെന്ന്. ദാരിദ്ര്യത്തിന് ഒരൊറ്റ ഇതേ ഉള്ളൂ, ദാരിദ്ര്യം എന്നൊരു ഇതില്ല, ദാരിദ്ര്യം തന്നെയാണ്. ആ ദാരിദ്ര്യം മനസ്സിലാക്കണമെങ്കിൽ 2016 നിന്ന് കേരളത്തിൽ നിന്ന് വിദേശ രാജ്യത്ത് വലിയ സമ്പന്ന രാജ്യങ്ങളിൽ പോയിട്ട് തിരികെ 2026 ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചോട്ടെ. ഈ അതിദാരിദ്ര്യം എന്ന് പറയുന്നത് സർക്കാരാണ് ഒരു മാനദണ്ഡം വെക്കുന്നത്, കേന്ദ്ര സർക്കാരാണ് മാനദണ്ഡം വെച്ചിരിക്കുന്നത്. ഇത്ര ഇന്ന സൗകര്യങ്ങൾ ഇല്ലാത്തവർ, ജീവിതത്തിൽ ആ ഇന്ന സൗകര്യങ്ങൾ ഇല്ലാത്തവർ അതിദാരിദ്ര്യരായി കണക്കാക്കാം. അല്ലാതെ ദരിദ്രരില്ല എന്നല്ല ഒരാളും പറയുന്നത്. കഴിഞ്ഞ സർക്കാരും എല്ലാം വ്യക്തി അതിദാരിദ്ര്യം അത് ഒരു ദിവസം ഇന്നിപ്പോൾ ഇല്ലാതായെന്ന് വെച്ചാൽ നാളെ ഇല്ലാതാവണം എന്നില്ല. നാളെയും ഈ തുടർ പ്രക്രിയയിലൂടെ തുടർച്ചയായി അതിദാരിദ്ര്യമുള്ള ആളുകളെ ജീവിതത്തിലേക്ക്, അവർക്ക് ജീവിതത്തിൻ്റെ വരുമാനത്തിലേക്ക് മടക്കി കൊണ്ടുവന്ന് മാത്രം അതിദാരിദ്ര്യ മുക്തിയായിട്ടുള്ളൂ. അല്ല ദാരിദ്ര്യമുക്തിയൊന്നും കേരളത്തിലോ ഇന്ത്യയിലോ അല്ലെങ്കിൽ ഒരു മൂന്നാം ലോക രാജ്യത്തോ അല്ലെങ്കിൽ വികസിത രാജ്യം, താങ്കളൊക്കെ അമേരിക്കയിൽ പോലും ദരിദ്രരുടെ എണ്ണത്തിലൊന്നും കുറവൊന്നുമില്ല. അപ്പോൾ അതൊന്നും ഇവിടെയൊന്നും സാധ്യമായിട്ടൊന്നുമില്ല. അതിദാരിദ്ര്യർ ഒരു ഗതിയും ഇല്ലാത്ത മനുഷ്യർ എന്ന അവസ്ഥയിൽ നിന്ന് അവരെ ഒരു ലേശം ജീവിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുക, അത് അത്രയും മാത്രമേ അതിദാരിദ്ര്യ മുക്തി എന്ന് പറഞ്ഞാൽ അർത്ഥമുള്ളൂ. അത് ഞാൻ എന്റെ കാഴ്ചപ്പാടിൽ കാണുന്നത് ദാരിദ്ര്യം എന്നത് സാധനം മാത്രമാണ്. അത് അങ്ങനെ ഒരു ഇതില്ല. അത് കേന്ദ്രം ഇട്ടാലും കേരളം ഇട്ടാലും എന്ത് മാനദണ്ഡം ഇട്ടാലും ഒരു മനുഷ്യൻ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നുവെങ്കിൽ അതൊരു ഗതികെട്ട അവസ്ഥയാണ്. ആ അവസ്ഥ കാണണമെങ്കിൽ തിരുവനന്തപുരം RCCക്ക് അകത്തൊന്ന് പോയി നോക്കണം, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനകത്തൊന്ന് കയറി നോക്കണം. ആ ദാരിദ്ര്യം കാണണമെങ്കിൽ തമ്പാനൂർ ബസ് സ്റ്റാൻഡിനകത്ത് ശൗചാലയം അവിടുത്തെ നമ്മുടെ ടോയ്ലറ്റിൽ ഒന്ന് പോയി നോക്കണം. ഇത് കാണണമെങ്കിൽ നമുക്ക് ശരിക്കും മനസ്സിലാവും 2016 എന്തായിരുന്നോ അതിൽ നിന്ന് യാതൊരു മാറ്റവും ഇല്ല. മിസ്റ്റർ കിരൺ വളരെ വിഷമത്തോടെ പറയണം, ഈ 3 സ്ഥലവും ഞാൻ കഴിഞ്ഞ ഒരാഴ്ച കയറി ഇറങ്ങിയ വ്യക്തിയാണ്. ഒരു ആവശ്യമായിട്ട് ഞാൻ കണ്ട ഈ ദാരിദ്ര്യം, ഒരു നേരത്തെ ആഹാരത്തിന് ഇപ്പോഴും അതിനകത്ത് RCCക്കകത്ത് വേദനിച്ച് അവർ ഓടി നടക്കുന്ന വ്യക്തികളെ ഞാൻ എന്റെ കണ്ണിൽ കണ്ടു. എന്നാൽ കഴിയുന്ന ഞാൻ സഹായിച്ചിട്ടുണ്ട്. പക്ഷെ അതിനൊരു പരിമിതിയുണ്ട്. ഇപ്പോഴും മരുന്ന് ഞാനൊരു വിഷയം പറഞ്ഞോട്ടെ. താങ്കൾ ഈ 2016 എന്നുള്ള വർഷം പറഞ്ഞത് താങ്കളുടെ സർക്കാർ ഉദ്ദേശമാണെന്ന് മനസ്സിലായി. ഈ 2016 മുതൽ 2026 വരെയുള്ള കാലത്ത് മാറ്റം ഉണ്ടായിട്ടില്ല ഒന്നും അല്ല. 2016-26 വരെയുള്ള കാലത്ത് കേരളത്തിലെ തിരുവനന്തപുരം RCCയിലായാലും, ഇവിടെ എല്ലാം ഞാനും പോയിട്ടുള്ളതാണ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായാലും തിരുവനന്തപുരം KSRTC ബസ് സ്റ്റാൻഡിലായാലും അതിൻ്റെ ഭൗതിക സൗകര്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് 2016 മുതലുണ്ടായ മാറ്റമൊന്നുമല്ല, അതിനു മുമ്പുണ്ടായ UDF സർക്കാരിൻ്റെ കാലത്തും മാറ്റമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ കാലാകാലങ്ങളായി കേരളത്തിൻ്റെ ഏത് സർക്കാർ വന്നാലും കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിലെ, പൊതുവിദ്യാഭ്യാസ മേഖലയിലെ, പൊതു ഗതാഗത മേഖലയിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് മോശപ്പെട്ട അവസ്ഥയിലേക്കൊന്നും പോവുകയല്ല, അല്ലെങ്കിൽ അത് സ്റ്റാഗ്നൻ്റ് ആയിട്ട് പഴയ അവസ്ഥയിൽ തന്നെ പുരോഗമിക്കാതെ നിൽക്കുകയൊന്നുമല്ല. അതൊരു യാഥാർത്ഥ്യമാണ്, അത് താങ്കൾ അംഗീകരിക്കണം. അത് നോക്കൂ കിരൺ, ഞാൻ ഇപ്പം ചെറിയ മാറ്റങ്ങൾ ഉണ്ടെന്നൊക്കെ എന്റെ കാഴ്ചപ്പാട്, ഞാൻ എന്റെ കാഴ്ചപ്പാട് പറഞ്ഞു. താങ്കൾ അമേരിക്കയുടെ ഒരു സൗകര്യത്തിൽ നിന്ന് സ്വാഭാവികമായി അത്തരം മാറ്റങ്ങളൊന്നും ഉണ്ടായി. എന്റെ മനസ്സിൽ തോന്നിയ വേദന ഞാൻ പറഞ്ഞത്, എന്റെ നാട്ടിൽ 2014 നിന്ന് 2026 വന്നപ്പോൾ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. വളരെയധികം പ്രതീക്ഷയോടെ കയറി വന്ന ശ്രീ VD സതീശൻ, അദ്ദേഹം എന്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഒരാൾക്ക് സൗജന്യം കൊടുക്കേണ്ട കാര്യമില്ലെന്നേ. ഈ ബസ്സിൽ കൊടുത്ത സൗജന്യത്തിന്റെ ഈ പണം മാത്രം മതി ഈ RCCയിൽ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ അല്ലെങ്കിൽ ഈ KSRTC ബസ് സ്റ്റാൻഡിനകം ശുചീകരിക്കാനും വൃത്തിയാക്കാനും എന്തിനാണ് ഇവർക്ക് സൗജന്യം കൊടുക്കുന്നത്? ഈ സൗജന്യ യാത്ര ചെയ്യുന്നതിൽ ഒരു മാനദണ്ഡം വെച്ചിട്ടാണെങ്കിൽ ഓക്കെ, പിന്നോക്ക വിഭാഗത്തിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ അങ്ങനെ സാമ്പത്തിക ശേഷി ഇല്ലാത്തവർക്ക് എല്ലാ സ്ത്രീകൾക്കും സൗജന്യം കൊടുക്കേണ്ട ഒരു കാര്യമില്ല. അമേരിക്കയിൽ പോലും സൗജന്യം ഇല്ലല്ലോ, പിന്നെ എങ്ങനെ ദാരിദ്ര്യമായിരിക്കുന്ന കേരളത്തിൽ സൗജന്യം കൊടുക്കേണ്ട കാര്യം എന്താണ്?
എന്താണ്? സൗജന്യം കൊടുക്കേണ്ട ആവശ്യമില്ല. നോക്കൂ, നമ്മളെ ഒരുപാട് സ്ഥലത്ത് ഒരുപാട് മേഖലകളിൽ നമ്മൾ വളരെ പിന്നോക്കമാണ്, വളരെ മോശമാണ്. അതറിയണമെങ്കിൽ വി ഡി സതീശൻ, ബഹുമാനപ്പെട്ട മിസ്റ്റർ വി ഡി സതീശൻ, താങ്കൾ ഇത് എവിടെയെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ആ തമ്പാനൂർ ബസ് സ്റ്റാൻഡിനകത്ത് ഒന്ന് കയറി ആ ശൗചാലയം, അവിടുത്തെ നമ്മുടെ ശുചിമുറിയിൽ ഒന്ന് പോയി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും തിരുവനന്തപുരം തലസ്ഥാനത്തിന്റെ എത്ര ഗതികെട്ട അവസ്ഥയിലാണ് നമ്മുടെ. നാറ്റം കൊണ്ട് അതിനകത്ത് കയറാൻ പറ്റില്ല. അറിയോ, 5 രൂപ കൊടുത്ത് നിങ്ങൾ യൂറിൻ പാസ് ചെയ്യണമെങ്കിൽ പോലും നിങ്ങളുടെ ഗതികെട്ട അവസ്ഥ മൂക്കിൽ പിടിക്കാതെ പോകാൻ പറ്റില്ല. യൂറിൻ ഇൻഫെക്ഷൻ വരാൻ 90% ചാൻസ് ആണ്. സോ പ്ലീസ്, നിങ്ങളെ വായ്ത്താരി അടിക്കാതെ, രാഷ്ട്രീയം കളിക്കാതെ എന്തെങ്കിലും ചെയ്യൂ. വെറുതെ രാഷ്ട്രീയം കളിച്ച് ബിരിയാണി തിന്ന് കറങ്ങി നടക്കാതെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യൂ. ഇനി ഇത് കേട്ടോണ്ട് കോൺഗ്രസിന്റെ ആൾക്കാരൊന്നും തെറി വിളിക്കാൻ വരരുത്. താങ്ക് യു സോ മച്ച്. ശരി, താങ്കൾ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. കേരളത്തിലെ പല ബസ് സ്റ്റാൻഡുകളിലെയും മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ലെന്നല്ല, ബസ് സ്റ്റാൻഡുകളിലെയും ശുചിമുറികളെ സംബന്ധിച്ചിടത്തോളം അത്യന്തം മോശപ്പെട്ട ഒരു മെച്ചപ്പെട്ട സംസ്ഥാനത്തിനോ രാജ്യത്തിനോ അനുയോജ്യമായ തരത്തിലേക്കുള്ള ശുചിമുറികളല്ല. ഒരു നാട്ടിൽ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ അവിടുത്തെ ശുചിമുറി കൃത്യമായി കയറിക്കഴിഞ്ഞാൽ മനുഷ്യന് മാന്യമായി അവിടെ മലമൂത്ര വിസർജനം ചെയ്യാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഒന്ന് കുളിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് മെച്ചപ്പെട്ട ശുചിത്വം ഉറപ്പാക്കേണ്ട ഒരു പ്രാഥമിക ഉത്തരവാദിത്തമുണ്ട്. ആ പ്രാഥമിക ഉത്തരവാദിത്തങ്ങൾ പണം കൊടുത്ത്, നമ്മൾ ചെറിയ പണമാണെങ്കിലും തുകയാണെങ്കിലും അത് കൊടുത്ത് ഉപയോഗിക്കുന്ന ഈ ശുചിമുറികളിലൊന്നും ഇല്ല എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അതിന് യാതൊരു സംശയമില്ല. അത്തരം കാര്യങ്ങളിലൊക്കെ ആണ് അടിസ്ഥാനപരമായി സർക്കാർ ചെറിയ ചെറിയ കാര്യങ്ങളെന്ന് തോന്നും, പക്ഷേ അത്തരം കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. പ്രദീപ് ചൂണ്ടിക്കാണിച്ചത്, ഒരു നാട്ടിൽ മറ്റു നാട്ടിൽ നിന്നൊരാൾ ഈ നാട്ടിലെത്തുമ്പോൾ ആ നാടിനെ ആദ്യം വിലയിരുത്തുന്നത് അങ്ങനെയാണ്. ആ നാടിൻ്റെ ഒരു പൊതുഗതാഗത സംവിധാനത്തിൽ അല്ലെങ്കിൽ ഒരു പൊതുസ്ഥലത്ത് അവർ ഒരു ശുചിമുറി ഉണ്ടെങ്കിൽ ആ ശുചിമുറിയുടെ ശുദ്ധി അത് എത്രത്തോളം വൃത്തിയുള്ളതാണ്, ആ വൃത്തി വളരെ പ്രധാനമാണ്. ആളുകളെ സംബന്ധിച്ച് അത് പ്രധാനമാണ്. അത് ഉറപ്പാക്കാനുള്ള ബാധ്യത സർക്കാരുകൾക്കുണ്ട്. പക്ഷേ പലപ്പോഴും അത്തരം കാര്യത്തിൽ വലിയ കെട്ടിടങ്ങളും കമാനങ്ങളും ഒക്കെ പണിയുന്ന, അല്ലെങ്കിൽ അതിനുവേണ്ടി പണം ചെലവഴിക്കുന്ന ഒരു ആവേശം അല്ലെങ്കിൽ അതിൽ ശ്രദ്ധ ഈ കാര്യത്തിൽ ഉണ്ടാവാറില്ല എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. വളരെ ഗൗരവമുള്ള വിഷയം തന്നെയാണ് ശ്രീ പ്രദീപ് ചൂണ്ടിക്കാണിച്ച്. ശ്രീ അജികുമാറാണ് പൂജപ്പുരയിൽ നിന്നാണ്. ശ്രീ അജികുമാർ, യഥാർത്ഥത്തിൽ ഈ CP ജോൺ സൗജന്യം സ്ത്രീകൾക്ക് കൊടുക്കുകയും അങ്ങനെ ആ ബസ്സിലേക്ക് ഇടിച്ചു കയറുന്നു എന്ന് പറയുകയും ആളുകൾ ആശുപത്രിയുടെ വരാന്തയിൽ പോയി കെട്ടിക്കിടന്ന് ചികിത്സ നേടുന്നു എന്നൊക്കെ പറയുകയും അവിടെ കുട്ടികളെ പക്ഷേ പ്രൈവറ്റ് സ്കൂളുകൾ ഉയർന്ന ഫീസ് കൊടുത്ത് പഠിപ്പിക്കാൻ വിടുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് ഒരു അപമാനകരമായ പ്രസ്താവനയാണ്. ഹലോ, നമസ്കാരം, പറയൂ ശ്രീ അജികുമാർ. നമസ്കാരം. ഇത് CP ജോൺ എന്ന് പറഞ്ഞ മന്ത്രിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു, ഒരു LDF പ്രവർത്തകൻ, മുമ്പ് CPM കാരനായിരുന്നു. അദ്ദേഹത്തിന്റെ ആ ഭാഷയിൽ കുറച്ച് മുതലാളിത്ത ചിന്ത കടന്നുകൂടിയിട്ടുണ്ടെന്നൊരു സംശയം വന്നിട്ടുണ്ട്. അദ്ദേഹം മന്ത്രിയായപ്പോൾ ചില്ലിമലയിലിരിക്കുമ്പോൾ കല്ലെറിയാൻ തോന്നും. അദ്ദേഹം അങ്ങനെ പറയാൻ പാടില്ല. അല്ലെങ്കിൽ സ്ത്രീജനങ്ങൾക്ക് ആ സൗജന്യം കൊടുക്കരുതായിരുന്നു. ആ സൗജന്യം കൊടുത്തിട്ട് അവരെ പരിഹസിക്കാൻ പാടില്ല. സ്വാഭാവികമായിട്ടും നമുക്ക് എവിടെയും ഒരല്പം സൗജന്യം കിട്ടുമ്പോൾ ആ സൗജന്യം നമ്മൾ ഉപയോഗപ്പെടുത്താൻ നോക്കും. അത് തെറ്റല്ല, ഒരിക്കലും തെറ്റല്ല. അത് കൊടുത്തിട്ട് പിന്നെ അവരെ പരിഹസിക്കാൻ പാടില്ല. അധികം ആ വാക്ക് പിൻവലിച്ചു എന്ന് പറയുന്നുണ്ട്. അത് ഓക്കെ, അത് സ്വാഗതാർഹമാണ്. ഒരാളെ കല്ലെടുത്ത് പറഞ്ഞിട്ട് അയ്യോ വേദനിച്ചോ, ഞാൻ എറിഞ്ഞുപോയി എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പോ ഒരു CP ജോൺ ശരിക്കും പറഞ്ഞാൽ വളരെ മിതത്വമായിട്ട് വളരെ പക്വതയോട് പെരുമാറുന്ന അല്ലെങ്കിൽ സംസാരിക്കുന്ന വ്യക്തിയായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് പലപ്പോഴും. അദ്ദേഹത്തിന്റെ ഭാഷയും അദ്ദേഹത്തിന്റെ പെരുമാറ്റവും ഒക്കെ, അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ വളരെ വളരെ പക്വതയോട് തന്മയത്തോടെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. നിർഭാഗ്യവശാൽ അദ്ദേഹം അങ്ങനെ പറയാൻ പാടില്ല. അദ്ദേഹത്തിന്റെ വാക്ക് ഒരുപക്ഷെ ഈ സർക്കാരിനെ തന്നെ അത് ബാധിക്കും. ഇപ്പൊ നമ്മൾ സാഹചര്യം. താങ്കളുടെ വാക്കുകൾ വളരെ വ്യക്തമാണ് ശ്രീ അജികുമാർ. ശ്രീ രാജീവാണ് കൊല്ലത്ത്. ശ്രീ രാജീവ്, താങ്കൾ എങ്ങനെയാണ് CP ജോണിന്റെ വാക്കുകളെ കാണുന്നത്? അദ്ദേഹം പറഞ്ഞ അർത്ഥത്തിലാണോ അതോ കേട്ട ആളുകൾ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിലാണോ? ഏത് തരത്തിലാണ്? ഞാൻ ആ മന്ത്രിയെ നമ്മൾ കുറ്റം പറയുന്നത് ശരിയല്ല. എന്തറിയാമോ, ഇത് ദീർഘവീക്ഷണം ഇല്ലാതെ ഈ കോൺഗ്രസ് പ്രകടന പത്രിക ഇറക്കിയപ്പം രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യം ഇത് യഥാർത്ഥത്തിൽ ഇതിന്റെ ഒന്നും കാര്യമില്ലായിരുന്നു. എന്തിനാ സൗജന്യം കൊടുക്കുന്നത്? ഇതിന്റെ ഒരു കാര്യമില്ലായിരുന്നു സൗജന്യം. ഇത് യഥാർത്ഥത്തിൽ ആർക്ക് ഉള്ളുകൊണ്ട് താല്പര്യമുള്ള ഒരു കേസല്ല. എല്ലാ പാർട്ടിക്കാർക്കും, കോൺഗ്രസ്സുകാർക്ക് പോലും ഇത് ഉള്ളുകൊണ്ട് താല്പര്യം. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. എല്ലാം നേരത്തെ ഒരു പുള്ളി പറഞ്ഞ കണക്കല്ലേ, അല്ലാതെ എത്രയോ പേര് ഇപ്പം തന്നെ സാറിന് ഇപ്പം പറയാം, ദാരിദ്ര്യം ഇല്ലെന്ന് പറഞ്ഞു. 2 കൊച്ചുങ്ങളും ഭാര്യയും ഭർത്താവും കൂടെ തൊടുപുഴ ആറ്റിൽ ചാടി മരിച്ചു. എന്തോന്നറിയ കാര്യം? അവർക്ക് കിടക്കാടമില്ല, അവർക്ക് വീടില്ല, ഭക്ഷണം കഴിക്കാൻ പൈസയില്ല. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ ഇവിടെ ഒരുപാട് കിടപ്പുണ്ട്. നമ്മളാരും ഇത് അറിയാത്തോണ്ടാ ഒരുപാട് ആൾക്കാർ കിടപ്പുണ്ട്. ഇത് അവർക്കൊക്കെ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഇതെന്ത് ചെയ്യുന്ന ഒരാവശ്യമില്ല. ഇപ്പം തന്നെ ഞാൻ കൊല്ലത്തുള്ളയാ. ഈ കുളത്തൂപ്പുഴ കൊല്ലം ബസ് ഓടുന്നുണ്ട്, ഈ KSRTC വേണാട് ഏതാണ്ട്. അതിനകത്ത് ഒരു 80% യാത്രക്കാരും സർക്കാർ ഉദ്യോഗസ്ഥരാ.
80% ആൾക്കാർ കുളത്തൂപ്പുഴയിൽ നിന്ന് കയറിയ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലും കളക്ടറേറ്റിലൊക്കെ ജോലി ചെയ്യുന്നവരാ. റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് പിന്നെ അവർ മറ്റുള്ള സ്ഥലത്തോട്ടൊക്കെ പോകുന്നവരാ. അതിനകത്തൊരു 80% ആൾക്കാരും ഈ സൗജന്യം കൊണ്ടുപോകും. അവർക്കൊക്കെ വല്ല കാര്യമുണ്ടോ ഇത് കൊടുക്കുന്നുണ്ട്? ഇത് പാവങ്ങൾക്ക് വല്ലതും വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾ കൊടുത്തിട്ട് ഇത് ഇവർക്കാർക്ക് ഈ CP ജോണും മന്ത്രി പറഞ്ഞതിനകത്ത് നമുക്ക് തെറ്റ് പറയാനില്ല. പക്ഷെ അത് പുള്ളിയുടെ ഉള്ളിലിരുന്നത് പുറത്ത് വന്നേ ഉള്ളൂ. പക്ഷെ അത് പറഞ്ഞത് തെറ്റ് ഇതായിപ്പോയി എന്നേ ഉള്ളൂ. അല്ലാതെ ഇത് ഇവര് ദീർഘവീക്ഷണം ഇല്ലാതെ ഈ ഇലക്ഷന് ചെയ്ത ഒരു പരിപാടിയായത്. ഇതിന്റെ ഒരു കാര്യമില്ലായിരുന്നു. ഇവിടെ ഇപ്പം തന്നെ സാറ് ഈ മഴയത്ത് ഇടിഞ്ഞു പോയ വീടുകൾ നോക്കിയാണ്. ഈ വീടുകളെല്ലാം ഓടിട്ട കെട്ടിടങ്ങളാ. ഓടിട്ട വീടുകളല്ലേ ആ ഇടിഞ്ഞ് നിങ്ങളെല്ലാം ന്യൂസിൽ കാണിക്കുന്നുണ്ട്. ഓരോ വീടുകൾ ഇടിഞ്ഞു പോകുന്നതും അവിടെ ഇതെല്ലാം ഓടിട്ട വീടുകളും ഷീറ്റിട്ടും ഇട്ട വീടുകളൊക്കെ. എന്നിട്ട് പറയുന്നത് ദാരിദ്ര്യം ഇല്ല, ഇതില്ലെന്നൊക്കെ പറയുന്നത്. എനിക്ക് പറയാൻ ശ്രീ KG കുമാറാണ് കൊട്ടാരക്കരയിൽ നിന്നാണ്. ശ്രീ KG കുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ CP ജോൺ പറഞ്ഞതിൽ? അദ്ദേഹം തന്നെ വിശദീകരിക്കുന്നത് കേരളത്തിലെ പൊതുഗതാഗതത്തിൽ സ്ത്രീകൾ ഇടിത്തള്ളി കയറേണ്ടി വരുന്നത്, അല്ലെങ്കിൽ കേരളത്തിലെ ആശുപത്രികളിൽ ആളുകൾക്ക് സർക്കാർ ആശുപത്രിയിലെ വരാന്തയിൽ നിന്നടക്കം ചികിത്സിക്കേണ്ടി വരുന്നത്, അവർക്ക് മെച്ചപ്പെട്ട പൈസ സ്വകാര്യ ആശുപത്രിയിൽ കൊടുക്കാനില്ല, കുട്ടികളെ എന്നിട്ടും അവർ മെച്ചപ്പെട്ട സ്കൂളുകൾ പഠിപ്പിക്കാനുള്ള കാരണം, അല്ലെങ്കിൽ മെച്ചപ്പെട്ട സ്കൂളെന്നല്ല ക്ഷമിക്കണം, ഉയർന്ന ഫീസുള്ള സ്വകാര്യ സ്കൂളിൽ പഠിപ്പിക്കാനുള്ള കാരണം അവരുടെ കുട്ടികൾക്ക് ദാരിദ്ര്യം ഉണ്ടാവാതിരിക്കാനാണ്. അതിനർത്ഥം കേരളത്തിലെ പൊതു ആരോഗ്യ സംവിധാനവും കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സംവിധാനവും ഒക്കെ എവിടെയോ ചില കുഴപ്പങ്ങളുണ്ട്, അതിൽ വിശ്വാസമില്ല എന്നതുകൂടിയല്ലേ? അതായത് പിന്നെ ഈ മന്ത്രി പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഇപ്പൊ ഓരോ ദിവസവും KSRTCക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നഷ്ടത്തിന് ഇപ്പൊ ഈ ക്രമേണയായിരിക്കും പിന്നെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിക്കും പിന്നെ ഈ വകുപ്പിന്റെ നേതാവായിട്ടുള്ള ഈ മന്ത്രിക്കും ഒക്കെ മനസ്സിലായത്. അപ്പോൾ ഈ കാര്യങ്ങൾ ഇങ്ങനെ ഇങ്ങനെ വന്നപ്പോൾ ഈ മനസ്സിൽ ഇരുന്ന കാര്യം അറിയാതെ അങ്ങ് പറഞ്ഞു പോയതാണ്. പക്ഷെ ഈ വളരെ സൗമ്യനായ ഒരു മനുഷ്യനാണ് ഈ CP ജോൺ എന്ന് പറയുന്നത്. പാർട്ടി ഈഗിൾ പാർട്ടി ആണെങ്കിൽ തന്നെയും ഈ നേതാവ് കുറച്ച് സൗമ്യനുമാണ്, കുറച്ച് ഇതുള്ള നേതാവുമാണ്. ഒരു സാമ്പത്തിക ശാസ്ത്രമൊക്കെ പഠിച്ചിട്ടുള്ള ഒരാളാണല്ലോ. പക്ഷെ എന്തോ ഇത് ഈ പലരും പറഞ്ഞ പോലെ തന്നെ ഇതിന് ഈ സൗജന്യ യാത്ര കൊടുത്തതിന് ഒരു മാനദണ്ഡം നിശ്ചയിക്കണമായിരുന്നു. കാര്യം ആ ഒരു ഏതെങ്കിലും ഒരു പ്രത്യേക കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് മാത്രം കൊടുത്താൽ മതിയായിരുന്നു. കാര്യം ഈ ഉയർന്ന ശമ്പളം മേടിക്കുന്ന സർക്കാർ ജീവനക്കാർക്കും നല്ല ധനസ്ഥിതി ഉള്ള ആൾക്കാർക്കും വലിയ പെൻഷൻ വാങ്ങുന്ന പിന്നെ വിരമിച്ച സർക്കാർ ഉദ്യോഗസ്ഥകൾക്കും ഒക്കെ കിട്ടുന്നുണ്ട്. അത് കാരണം ഇങ്ങനെ സാധാരണക്കാർ ഈ തള്ളിക്കയറ്റം എന്ന് പറയുന്നത് സംഗതി ശരിയാണ്. ഈ പ്രിയദർശിനി ഫ്രീ സർവീസ് വരുന്ന ആൾക്കാർ മാത്രമല്ല, ഇപ്പൊ 9:20 ഒരു പ്രിയദർശിനി ഉണ്ടെങ്കിൽ 9 പോകേണ്ട ആൾക്കാർ അതിൽ പ്രൈവറ്റ് ഉണ്ട് അതിൽ പോവില്ല, ഇതിൽ പോവും. കാര്യം എന്ന് പറഞ്ഞാൽ പൈസ കൊടുക്കണ്ടല്ലോ. അപ്പൊ വളരെ ദൂരത്തിൽ ബന്ധുവീട്ടുകളിൽ പോകാനും അതിനും ഇതിനും ഒക്കെ ഇങ്ങനെ ആൾക്കാർ ഫ്രീ സൗജന്യമായിട്ട് കിട്ടുമ്പോൾ അത് പരമാവധി പ്രയോജനപ്പെടുത്തും. വളരെ ദീർഘവീക്ഷണത്തോടുകൂടി ചെയ്യേണ്ടതായിരുന്നു. നമുക്ക് വളരെ വേഗത്തിൽ ചില യൂട്യൂബ് കമന്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. ഈ വാർത്ത TV-യിൽ കണ്ടപ്പോൾ തന്നെ ഉറപ്പിച്ചു ഇന്ന് പൊതുവേദി വിഷയം ഇതുതന്നെയായിരിക്കുമെന്ന്. VD സർക്കാരിൻ്റെ യമകണ്ഠകാലം എന്നാണ് പറയുന്നത് ശശിധരൻ പിള്ള എന്ന് പറയുന്നത്. യമകണ്ഠകാലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് എനിക്കറിയില്ല, കേട്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ. ശ്രീ ശശിധരൻ പിള്ള വീണ്ടും പറയുന്നു, ഒരുപാട് കമൻ്റ് ഒന്നും എഴുതി കൂട്ടണ്ട, ഒരു ജമ്പിങ് നടത്തി ചിലതെല്ലാം വായിച്ചാൽ ഭാഗ്യം, കാരണം ഇന്ന് മനു അല്ല കിരണാണ് എന്നുള്ളതാണ് ശശിധരൻ പിള്ളയുടെ പരാതി. അദ്ദേഹം സ്ഥിരമായി പരാതി ഉന്നയിക്കുന്ന ആളാണ്. ആ പരാതി സഹിതം വായിച്ചിട്ടുണ്ട് ശ്രീ ശശിധരൻ പിള്ള. ശ്രീ മൂല്യബോധമുള്ള ജനപ്രതികൾ നമുക്ക് ആവശ്യമായിരിക്കുന്നു. മൂല്യബോധവും നീതിബോധവും ഇല്ലാത്തവർക്ക് അതിസങ്കീർണമായ ഭരണകാര്യങ്ങൾ മനസ്സിലാക്കാനോ ജനക്ഷേമപരമായി പ്രവർത്തിക്കാനോ കഴിയില്ല എന്നാണ് ഡോക്ടർ MB മണി ചൂണ്ടിക്കാണിക്കുന്നത്. തെറിയാശാൻ ഉരുട്ടിയടിച്ചിട്ട് വോട്ട് ചെയ്തില്ല എന്ന് ഒരാൾ തള്ളിക്കയറ്റം പറഞ്ഞ ആക്ഷേപം പ്രമോദ് നാണു പറയുന്നു. എനിക്ക് തോന്നുന്നു മണിയാശൻ പറഞ്ഞതിനെ കുറിച്ചാണെന്ന് തോന്നുന്നു. UDF-ന്റെ നേതാക്കന്മാർ അധികാരത്തിൻ്റെ അഹങ്കാരത്തിൽ ആരെയും അധിക്ഷേപിക്കുന്ന ഡയലോഗുകൾ പറയുന്നു. 2 മാസം കൊണ്ട് കേരളത്തെ വെറുപ്പിച്ച ഭരണകൂടമായി മാറി എന്നൊക്കെയാണ് VC തോമസിൻ്റെ അഭിപ്രായം. സന്തോഷ് പാരിപ്പായി പറയുന്നു, ഇനി എന്തു പറഞ്ഞ് മന്ത്രി ന്യായീകരിച്ചാലും പറഞ്ഞത് പൊതുമധ്യത്തിലുണ്ട്, ഒരിക്കലും എന്നായിരിക്കും ഉദ്ദേശം, ഒരിക്കലും ഇത്തരം സ്ത്രീവിരുദ്ധ പരാമർശം നടത്താൻ പാടില്ല എന്ന് സന്തോഷ് പാരിപ്പായി പറയുന്നു. ഗോപാലകൃഷ്ണൻ കേശവൻപിള്ള പറയുന്നു, മിനിസ്റ്റേഴ്സ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് എന്നാണ് പറയുന്നത്. അദ്ദേഹത്തെ യോജിക്കുകയാണ്. ഇനിയെങ്കിലും ഏത് പാർട്ടിക്കാരായാലും വോട്ടിന് നടപ്പാക്കാൻ പ്രയാസമുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് കേരളത്തിൽ പ്രഖ്യാപിക്കാതിരിക്കണം എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. ഷിജു കിരിയത്ത് പറയുന്നു, അപ്രീഷിയേറ്റ് കിരൺ ഫോർ സ്പെൻഡിങ് യുവർ വാല്യുബിൾ ടൈം ടു റെക്ടിഫൈ ബാലകൃഷ്ണൻ വടകരാസ് മിസ്റ്റേക്ക് എന്നുള്ളത് പറയുന്നു. എനിക്കൊന്നും ബാലകൃഷ്ണൻ വടകര കേരളം മുക്തമായി എന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു എന്നൊക്കെ പറഞ്ഞത് ദാരിദ്ര്യമുക്തമല്ല, അതിദാരിദ്ര്യമുക്തമാണ്, രണ്ടും രണ്ടാണ് എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചതിനാണെന്ന് തോന്നുന്നു. എന്തായാലും ഷിജു കിരിയത്തിൻ്റെ വാക്കുകൾ. ശ്രീ കോഴിക്കോട്
കഷ്ടം സൗജന്യമായി കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഉടൻ സഞ്ചിയും എടുത്ത് ഇടംബലം നോക്കാതെ പോകുന്ന ആളുകളുമുള്ള നാടാണിത് എന്ന് പറയുന്നു. മോൻസാക്ക് പറയുന്നു, നമസ്കാരം. ഈ വിഷയത്തിൽ പറയാനുള്ളത് നഷ്ടത്തിലോടുന്ന KSRTC ഇത് പോലുള്ള സൗജന്യം പ്രഖ്യാപിക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ്. VC തോമസ് പറയുന്നു, RSSന്റെ പിന്തുണ നേടി അധികാരത്തിൽ വന്നാണ് സതീശൻ സർക്കാർ. പണ്ടും RSSകാർ കോൺഗ്രസിനാണ് വോട്ട് ചെയ്യുന്നതെന്ന് ബാലകൃഷ്ണൻ നേരത്തെ സമ്മതിച്ചിട്ടുള്ളതാണ്. അതാണ് ഇപ്പോൾ പറയുന്നതെന്നാണ് പറയുന്നത്. അജിത് കുമാർ മാറോളി പറയുന്നു, BJPക്കാരനായ ബാലകൃഷ്ണൻ സതീശനെ ന്യായീകരിക്കുന്നത് നോക്കിക്കേ, ഇതാണ് BJP കോൺഗ്രസ് ഡീലെന്ന് അജിത് കുമാർ പറയുന്നു. പക്ഷേ അങ്ങനെ പറയുമ്പോൾ വേറെ കാര്യം കൂടെ ശ്രീ അജിത് കുമാർ. ഈ ബാലകൃഷ്ണൻ തെരഞ്ഞെടുപ്പിന് മുമ്പ് മൊത്തം പറഞ്ഞിരുന്നത് ഇത് പിണറായി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരും, കോൺഗ്രസ് ഒരിക്കലും ജയിക്കില്ല എന്ന് ആവർത്തിച്ച് പറയുകയും പിന്നീട് ഒരിക്കൽ അതിനുശേഷം അദ്ദേഹം നമ്മുടെ പൊതുവേദിയിൽ തന്നെ പറഞ്ഞു, ഞാൻ എൻ്റെ ഭാഗത്തുനിന്നുണ്ടായ വിലയിരുത്തലുണ്ടായ തെറ്റാണ് എന്നുള്ളത് അദ്ദേഹം തന്നെ പറയുകയും ചെയ്തു. അദ്ദേഹം അടുത്ത BJPക്കാരനാണ് എന്നുള്ളതൊക്കെ ശരിയാണ്. ബാലകൃഷ്ണൻ വടകരയ്ക്ക് ഇവിടെ നടക്കുന്നതിനെ പറ്റിയൊന്നും വിവരമില്ല എന്നാണ് തോന്നുന്നത്. ചൂരൽമലയിൽ BJPക്കാർ എന്താണ് കൊടുത്തത് എന്നുള്ളത് ചോദിക്കുന്ന മോൺസക്കാണ്. ബാലകൃഷ്ണനെ വിമർശിച്ചവർക്ക് എവിടെ പോയി? CPMകാരനായ മഞ്ചേരി മുഹമ്മദ് പറഞ്ഞ് കേട്ടില്ലേ എന്ന് ചോദിക്കുന്നു. അങ്ങനെയൊക്കെ വീണ്ടും ഇനി വേറെ അടുത്ത സുകുമാരൻ പറയുന്നു, അധികാരം കിട്ടാൻ വേണ്ടി ജനങ്ങൾക്ക് വാഗ്ദാനം നൽകി, ഇപ്പോൾ ജനങ്ങളെ അടിച്ചാക്ഷേപിച്ച് സംസാരിക്കുക, തിരക്ക് കൂടുതലാണെങ്കിൽ കൂടുതൽ ബസ് അനുവദിക്കുക, അതാണ് വേണ്ടത് എന്ന് പറയുന്നു. ഇപ്പോൾ തമ്പാനൂർ വെള്ളക്കെട്ടിനെക്കുറിച്ച് വാർത്തയൊന്നും കാണുന്നില്ല എന്ന് പ്രമോദാണ് പറയുന്നു. മുരളീധരൻ സാറെ, ചാനലിന് വേറെ പണിയൊന്നുമില്ല, എത്രയോ ഗൗരവമായ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നു, പ്രകൃതി ദുരന്തം ഇവർക്കൊരു പ്രശ്നമല്ല എന്ന് ശശിധരൻപിള്ള പറയുന്നു. ഈ പ്രകൃതി ദുരന്തത്തിൻ്റെ വാർത്തകളാണ് കഴിഞ്ഞ 3 ദിവസങ്ങളായി തുടങ്ങിയ സമയം മുതൽ നമ്മൾ രാവിലെ മുതൽ രാത്രി വരെ കൊടുത്തുകൊണ്ടേയിരിക്കുന്നത്. പ്രകൃതി ദുരന്തം സംബന്ധിച്ച് അങ്ങനെ ഏതെങ്കിലും വിവാദ വിഷയമുള്ളപ്പോൾ നമ്മളത് ചർച്ച ചെയ്തു. ഇന്നിപ്പോൾ അങ്ങനെ എന്തെങ്കിലും രണ്ടഭിപ്രായം പറയേണ്ട ഒരു വിഷയം ഇല്ല. സോ പൊതുവെ ഇതിലെപ്പോഴും നമ്മളെടുക്കുന്ന വിഷയങ്ങൾ ഒരു വിഷയത്തിൽ രണ്ടഭിപ്രായം ഉണ്ടെങ്കിൽ, അല്ലാതെ പൊതുവെ രണ്ടഭിപ്രായം ഇല്ലെങ്കിൽ നമ്മളങ്ങനെ എല്ലാവർക്കും യോജിക്കാൻ കഴിയുന്ന ഒരു വിഷയത്തിൽ നമ്മൾ അഭിപ്രായം ചർച്ച ചെയ്തുകൊണ്ട് കാര്യമില്ലല്ലോ. പ്രദീപ്, ഞങ്ങളും ആശുപത്രികൾ പോകാറുണ്ട്, പക്ഷേ നിങ്ങൾ BJPക്കാർ എല്ലാവരും ഒരേ ഭാഷ തന്നെയാണ് പറയുന്നതെന്നൊക്കെ മോൻസാക്ക് പറയുന്നു. ഗ്ലാഡിയേറ്റർ പറയുന്നു, ഇങ്ങനെ അവമാനിച്ചാൽ 10 പേരെങ്കിലും ഫ്രീ ബസ് ഒഴിവാക്കിയാൽ അത്രയും സർക്കാർ ലാഭം കരുതിക്കൂട്ടി പറഞ്ഞതാണെന്നാണ് ഗ്ലാഡിയേറ്ററിൻ്റെ അഭിപ്രായം. കഞ്ചാവും മയക്കുമരുന്നും 10 കൊല്ലം കൊണ്ട് കേരളത്തിലുടനീളം നിറച്ചാണോ അതിദാരിദ്ര്യം? സഖാക്കളുടെ ദാരിദ്ര്യം മാറിക്കാണോ, അല്ലാതെ ജനങ്ങളുടെ അതിദാരിദ്ര്യം മാറിയിട്ടില്ലെന്നാണ് ജയകുമാർ പറയുന്നത്. അമേരിക്കക്കാരന് കേരളത്തിൽ വന്നപ്പോൾ പുച്ഛം, കിരൺ കൃത്യമായ മറുപടി, ബിഗ് സല്യൂട്ട് എന്ന് സന്തോഷ് പാരിപ്പായി പറയുന്നു. മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്ക് ആശയില്ലാത്ത എത്രയോ പേർ വിഷമിക്കുന്നു, എല്ലാവർക്കും ഫ്രീ ഒരിക്കലും പുരോഗതി ഉണ്ടാക്കില്ല എന്ന് സുനിൽകുമാർ പറയുന്നു. സുനിൽകുമാറാ, എല്ലാവർക്കും ഫ്രീ എന്നൊക്കെ പറയുമ്പോൾ ഈ മെഡിക്കൽ കോളേജിൽ ഈ തിക്കും തിരക്കും എടുത്ത് അവിടെ കുത്തിയിരുന്ന് മണിക്കൂറുകൾ കാത്തിരുന്ന് ഡോക്ടറെ കാണേണ്ടി വരുന്നതിനകത്ത് നല്ലൊരു ശതമാനം ആളുകൾക്കും പ്രൈവറ്റ് ആശുപത്രിയിൽ പോകാൻ കഴിയുന്നില്ല എന്നുള്ള പ്രയാസം കൂടി ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടുകൂടിയാണ് അവിടെ ഏറ്റവും മെച്ചപ്പെട്ട ചികിത്സ തേടി മാത്രമൊന്നും അല്ല, അല്ലെങ്കിൽ മെച്ചപ്പെട്ട ചികിത്സ തേടി മാത്രമൊന്നും അല്ല പോകുന്നത്. നമ്മുടെ കയ്യിലെ സാമ്പത്തികമായ ഒരു സ്വകാര്യ ആശുപത്രിയിലൊക്കെ പോയാൽ അറിയാം, സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആശുപത്രിയിൽ ഒരു ചികിത്സയ്ക്ക് പോയാൽ അവരുടെ 1 വർഷത്തെ അല്ല 1-2 വർഷത്തെ ചിലപ്പോൾ മൊത്തം ബഡ്ജറ്റും താളം തള്ളിപ്പോവും. മാസശമ്പളക്കാരൊക്കെ ആണെങ്കിൽ പെട്ടുപോകുന്ന അവസ്ഥയാണ്. അല്ലാത്തവരുടെ കാര്യം ഇപ്പോൾ പറയേണ്ട കാര്യമില്ല, അതിലും പ്രയാസപ്പെട്ട അവസ്ഥയാണ്. മനുഷ്യർ മണ്ണിനടിയിൽ മരിക്കുമ്പോൾ വിരുന്നുണ്ണാൻ പോകുന്ന മുഖ്യമന്ത്രി മന്ത്രിസഭയിൽ ഒരു മന്ത്രി വനിതകളെ അവമാനിക്കുന്നതിൽ അത്ഭുതമില്ല, കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി എന്നൊക്കെയാണ് AK കൃഷ്ണൻകുട്ടി പറയുന്നത്. പിന്നീടും കുറേയേറെ കമൻറ്റുകൾ കൂടിയുണ്ട്, നമുക്കത് പിന്നീട് വായിക്കാം. എന്തായാലും ഒരു ചെറിയ ഇടവേള ശേഷം വളരെ വേഗത്തിൽ തന്നെ മടങ്ങി വരാം. നമ്മൾ ചർച്ച തുടരുകയാണ്. ഇന്ന് കഴിഞ്ഞ ദിവസം ഗതാഗത മന്ത്രി CP ജോൺ നടത്തിയൊരു പ്രസംഗമാണ്. കേരളത്തിലെ പൊതുഗതാഗത സംവിധാനത്തിൽ സ്ത്രീകൾ തള്ളിക്കയറുന്നു. കേരളത്തിൽ അവർ കുടുംബിനികൾ ഭർത്താവിനെയും അച്ഛനെയും മക്കളെയും ഒക്കെ കൊണ്ട് സർക്കാർ ആശുപത്രികളിൽ പോയി വരാന്തയിൽ നിന്നും ചികിത്സ ഏറ്റെടുക്കുന്നു. പക്ഷേ അവരുടെ കുട്ടികളെ അവർ ഉയർന്ന ഫീസ് കൊടുക്കേണ്ട സ്കൂളുകളിലാണ്, സർക്കാർ സ്കൂളുകളിലോ എയ്ഡഡ് സ്കൂളുകളിലോ അല്ല വിടുന്നത്. അതിന് കാരണം അവരനുഭവിക്കുന്ന ദാരിദ്ര്യം അവരുടെ കുട്ടികൾ അനുഭവിക്കരുത് എന്നുള്ളത് കൊണ്ടാണെന്ന് കൂടി അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. എന്തായാലും ഈ തള്ളിക്കയറുന്നു എന്നുള്ള പ്രയോഗമൊക്കെ മോശപ്പെട്ട രീതിയിലാണ് വ്യാഖ്യാനിക്കപ്പെട്ടത്. മന്ത്രി മാപ്പ് പറയണമെന്നുള്ള ആവശ്യവുമൊക്കെ ഉയരുന്നുണ്ട്. മന്ത്രി തൻ്റെ പ്രസംഗത്തിൽ ഇനി ശ്രദ്ധിക്കാമെന്നും തള്ളിക്കയറ്റം എന്ന വാക്ക് ഉപയോഗിച്ചത് ശരിയായില്ല എന്നൊക്കെ പിന്നീട് അദ്ദേഹം ആദ്യം ന്യായീകരിച്ചെങ്കിലും പിന്നീട് വിശദീകരിക്കുകയും ചെയ്തു. ഇതാണ് സംഭവം. ശ്രീ ബെന്നിയാണ് തൊടുപുഴയിൽ നിന്ന്. ശ്രീ ബെന്നി, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? പറഞ്ഞത് 100% ശരിയായ കാര്യമാണ്. അത് കേരളത്തിലെ ഭൂരിപക്ഷം ജനങ്ങളും കേൾക്കാൻ പറഞ്ഞോളൂ. കേരളത്തിലെ ഭൂരിഭാഗം ജനങ്ങളും വിശ്വസിക്കുന്നതും അനുകൂലിക്കുന്നതുമായ ഒരു കാര്യമാണ് മന്ത്രി പ്രഖ്യാപിച്ചത്. അത് പ്രഖ്യാപിക്കുകയല്ല ചെയ്യേണ്ടത്, വാസ്തവത്തിൽ അത് നടപ്പാക്കുക ചെയ്യേണ്ടത്. കാരണം വെച്ചാൽ ഈ കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥയ്ക്ക് ഇപ്പൊ എല്ലാവർക്കും അറിയാം.
അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മാനദണ്ഡവും ഇല്ലാതെ എല്ലാ സ്ത്രീകൾക്കും സൗജന്യം കൊടുക്കുക എന്ന് പറയുന്നതിന്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. അത് ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി അത് പ്രഖ്യാപിച്ചു. പക്ഷേ അത് ശ്രദ്ധിച്ച് പ്രഖ്യാപിക്കേണ്ടതായിരുന്നു. ഇനി പ്രഖ്യാപിച്ചാൽ പോലും ഇത് പാവപ്പെട്ടവർക്കായിട്ട്, പാവപ്പെട്ട സ്ത്രീകൾക്കായിട്ട് ഇത് മിനിമൈസ് ചെയ്തുകൊണ്ട് നടപ്പാക്കുകയാണ് ചെയ്യേണ്ടത്. അത് ജനം അനുകൂലിക്കുകയുള്ളൂ. ഒരുപക്ഷെ ഗവൺമെന്റിന് ചമ്മലുണ്ടാവും പുറകോട്ട് പോകാൻ. അതൊന്നും അല്ല ആവശ്യം. ഇന്നത്തെ കാലത്തിന്റെ ആവശ്യം മനസ്സിലാക്കി ഗവൺമെന്റ് പ്രവർത്തിക്കുക ചെയ്യേണ്ടത്. ശരി, താങ്കളുടെ അഭിപ്രായം. ശ്രീ ചന്ദ്രൻ നായരാണ് തിരുവനന്തപുരത്ത്. ശ്രീ ചന്ദ്രൻ നായർ, താങ്കൾക്ക് എന്താണ് ഈ തിരുവനന്തപുരംകാരനായ, തിരുവനന്തപുരത്ത് നിന്ന് ജയിച്ച, തിരുവനന്തപുരംകാരൻ അല്ലെങ്കിൽ പോലും തിരുവനന്തപുരത്ത് സ്ഥിരതാമസക്കാരനായ, തിരുവനന്തപുരത്ത് നിന്ന് ജയിച്ച മന്ത്രി CP ജോണിന്റെ വാക്കുകളെ കുറിച്ച് പറയാനുള്ളത്? കിരൺ സാർ നമസ്തേ. നമസ്കാരം സാർ, മന്ത്രി പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്, ശരി തന്നെയാണ്. പക്ഷെ അദ്ദേഹം അത് പറയാൻ പാടില്ലായിരുന്നു. നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം വെച്ചാൽ ഒരു വണ്ടിയിൽ തള്ളിക്കയറ്റം എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിലുള്ള വാക്കാണ്, അത് പറഞ്ഞതിൽ തെറ്റില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, പ്ലാനിങ് ഇല്ലാതെ നടപ്പിലാക്കിയ ഒരു പരിപാടി, അതിനകത്ത് ചില പാളിച്ചകൾ വരുന്നുണ്ട്. സാർ, ഒരു കാര്യം അവർക്ക് ഇപ്പോഴും ചെയ്യാം. എന്താണെന്നറിയാമോ? ഈ പ്രിയദർശിനി ബസ്സിൽ കയറുന്നവർക്ക് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാനായിട്ട് താല്പര്യമുള്ളവരുണ്ട്. പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് ആ സംവിധാനം ആ ബസ്സിൽ ഇല്ല സാർ. ആ ബസ്സിൽ അത് നടപ്പിലാക്കി കഴിഞ്ഞാൽ അങ്ങനെ കുറച്ച് പൈസ വരുമ്പോൾ ആ പൈസ എടുത്തെന്ന് വെച്ചാൽ പ്രൈവറ്റ് ബസ്സുകാർക്ക് എന്തെങ്കിലും സൗജന്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും. അതും കൂടെ നടപ്പിലാക്കി കഴിഞ്ഞാൽ പ്രിയദർശിനി ബസ്സിൽ സ്ത്രീകൾക്ക് പൈസ കൊടുത്ത് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയുള്ള സംവിധാനം കൂടെ ഏർപ്പെടുത്തണം. നാളിതുവരെ അതില്ല സാർ. എനിക്കിതേ പറയാനുള്ളൂ. ശരി, ശ്രീ കൃഷ്ണൻകുട്ടിയാണ്, മണിമലയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ കൃഷ്ണൻകുട്ടി, താങ്കൾ എങ്ങനെയാണ് ഈ CP ജോണിന്റെ വാക്കുകളെ വിലയിരുത്തുന്നത്? നമസ്കാരം. ഇത് നോക്ക്, കേരളം ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരന്തം, അതിൽ ഈ കേരളം മൊത്തം വിഷമിച്ച് വ്യസനിച്ച് ദുഃഖിച്ചിരിക്കുന്ന സമയത്താണ് ഈ വിവരക്കേടി മന്ത്രി വിളിച്ചു പറയുന്നത്. ഇവരോട് സൗജന്യം കൊടുക്കണമെന്ന് പറഞ്ഞ് ആരും ഒരു അപേക്ഷയും കൊടുത്തിരുന്നില്ല. ഇലക്ഷൻ കാലത്ത് അവരവരുടെ വലിയ നേതാവിനെ ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ നടത്തിയ പ്രഖ്യാപനമാണിത്. സൗജന്യ യാത്രയെന്ന് പറഞ്ഞാൽ ഈ ഓർഡിനറി ബസ്സിൽ മാത്രമല്ല പറഞ്ഞിരുന്നതെന്ന് ഓർക്കണം. എല്ലാ ബസ്സുകളിലും എന്നാണ് പറഞ്ഞത്. അത് പറയുക മാത്രമല്ല, സ്ഥാനാർത്ഥിയായിരുന്ന അല്ലെങ്കിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വരെ വീടുകളിൽ കയറി ഇറങ്ങി പറഞ്ഞു. പിന്നെ കോൺഗ്രസിന്റെ വലിയ നേതാവ് KC വേണുഗോപാലും പിന്നെ മറ്റുള്ള നേതാക്കന്മാരും ബസ്സുകളിൽ കയറി ഇറങ്ങി പറയുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്, നിങ്ങളെല്ലാം കാണിച്ചതാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഇലക്ഷൻ ജയിച്ച് അധികാരം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇത്തരം വർത്തമാനം പറയുന്നത് നമ്മുടെ മലയാള ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാല് അത് ശരിക്കും ഭാഷ പറയേണ്ടത് ഇങ്ങനൊന്നും അല്ല. അപ്പൊ ഈ CP ജോൺ ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ആദ്യം. CP ജോൺ ആരാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെങ്കൊടി പിടിക്കുന്ന ഒരു നേതാവാണ്. അദ്ദേഹം ഇത് പറയാൻ പാടുണ്ടായിരുന്നോ? ഇതൊരു മുതലാളിത്ത സംസ്കാരത്തിന്റെ ഭാഗമായി വരുന്ന ഒരു സംസ്കാരമാണ് ഈ CP ജോൺ പ്രകടിപ്പിച്ചിരിക്കുന്നത്. കാര്യം എന്തെന്ന് വെച്ചാല് അങ്ങനെയുള്ള ഒരു സമൂഹത്തിലാണ് ഇപ്പം CP ജോൺ പ്രവർത്തിക്കുന്നതും ജീവിക്കുന്നതും. ഇപ്പൊ നോക്ക്, ഈ മനുഷ്യൻ മണ്ണിനടി മരിക്കുന്ന സമയത്ത് വിരുന്നുണ്ണാൻ പോയ മുഖ്യമന്ത്രി, അതിനകത്ത് വേറെ ഒരു ഇതിനേക്കാൾ ഗൗരവമുള്ള ഒരു വിഷയം അദ്ദേഹം വിശദീകരിക്കുന്നതിനകത്ത് അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്. കേരളത്തിലെ സ്ത്രീകൾക്ക് ഉയർന്ന ഫീസ് കൊടുത്ത് അല്ലെങ്കിൽ ഉയർന്ന തുക കൊടുത്ത് പ്രൈവറ്റ് ആശുപത്രിയിൽ പോകാൻ കഴിയാത്ത അവസ്ഥയിൽ കുടുംബിനികളുടെ കയ്യിൽ പണമില്ല, അതുകൊണ്ടാണ് സർക്കാർ ആശുപത്രിയിൽ പോകുന്നത്. കേരളത്തിലെ എന്തെങ്കിലും അവർ കുട്ടികളെ ഉയർന്ന ഫീസ് കൊടുത്ത് പഠിപ്പിക്കാനുള്ള കാരണം, ഉയർന്ന ഫീസ് കൊടുത്ത് സ്വകാര്യ സ്കൂളുകൾ വിട്ട് പഠിപ്പിക്കാനുള്ള കാരണം കേരളത്തിലെ അവരുടെ ദാരിദ്ര്യം അവരുടെ കുട്ടികൾക്ക് ഉണ്ടാവരുതെന്നുള്ളതുകൊണ്ടാണ്. അതിൻ്റെ പച്ചയ അർത്ഥം ഇതല്ലേ? കേരളത്തിൽ മെച്ചപ്പെട്ട ചികിത്സയുള്ളത് സ്വകാര്യ മേഖലയിലാണ്. കേരളത്തിലെ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ലഭിക്കുന്നത് ഉയർന്ന ഫീസ് കൊടുക്കുന്ന സ്വകാര്യ മേഖലയിലാണ്. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയും കേരളത്തിലെ പൊതു ആരോഗ്യ മേഖലയും മോശമാണ് എന്നല്ലേ അദ്ദേഹം പറഞ്ഞു വെച്ചത്? അതുകൂടി പറയണ്ടേ? അത് പറയുമ്പോഴേ ഈ മന്ത്രി എന്ന് പറയുന്ന ആള് നഴ്സറി കുട്ടിയൊന്നും അല്ലല്ലോ, നഴ്സറി പഠിക്കുന്ന ആളല്ലല്ലോ. കേരള സമൂഹത്തിന്റെ ഡെവലപ്മെന്റ് എങ്ങനെ ഉണ്ടായെന്ന് അറിയുന്ന ഒരു പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച് അതിൽ നിന്ന് വിഘടിച്ചു പോയ ഒരാളല്ലേ. അപ്പൊ അദ്ദേഹം ഇത് പറയുമ്പോ ആ പറയുന്നതിന്റെ അർത്ഥങ്ങൾ എന്തൊക്കെയാണെന്ന് അദ്ദേഹം ശ്രദ്ധിക്കണമായിരുന്നു. ആ പറയുന്നതിന്റെ അർത്ഥം എന്താണ്? മനുഷ്യർക്ക് വേണ്ടത് ലോക നിലവാരത്തിൽ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചിരുന്ന കേരളമാണിത്. ആ കേരളത്തിൽ ആൾക്കാർക്ക് എന്തൊക്കെ സൗകര്യങ്ങൾ കൊടുക്കാൻ പറ്റുമോ അതെല്ലാം കൊടുക്കുക എന്നുള്ള സർക്കാരിന്റെ ധർമ്മമാണ്. ചിലയിടത്ത് നല്ലതായിട്ട് കിട്ടുന്നില്ലെങ്കിൽ അത് നല്ലത് കിട്ടുന്നിടത്തേക്ക് ആൾക്കാർ പോകും. അത് മനുഷ്യന്റെ സ്വഭാവമാണ്. നോക്കൂ, ഇപ്പൊ നമ്മളിപ്പോ റേഷൻ കടയിൽ പോയി റേഷൻ വാങ്ങുന്നു, ഞാനും പോകുന്നുണ്ട്. മാവേലി സ്റ്റോറിൽ പോയി സിവിൽ സപ്ലൈസ് പോയി നമ്മൾ സാധനം വാങ്ങുന്നു. നാളെ മന്ത്രി അതിനെ പറ്റിയും പറയില്ലേ?
നമ്മൾ അരി മേടിക്കുന്നതിനെ പറ്റിയും പറയും, മണ്ണെണ്ണ വാങ്ങുന്നതിനെ പറ്റിയും പറയും. എന്തിനെ പറ്റിയാ ഇനി മന്ത്രി പറയാതിരിക്കുക? ഇത് മനുഷ്യകുലത്തിനെ അപമാനിക്കുന്നതാണ്, നമ്മുടെ എല്ലാവരുടെയും വീടുകളിലെ വനിതകളെ അപമാനിക്കുന്നതാണ്, സ്ത്രീകളെ അപമാനിക്കുന്ന മന്ത്രി ചെയ്യേണ്ടത് അദ്ദേഹത്തെ അദ്ദേഹം രാജിവെക്കണം. ആത്മാഭിമാനം എന്നുള്ളത് അദ്ദേഹത്തിനുണ്ടെങ്കിൽ അദ്ദേഹം രാജിവെക്കണം. അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പുറത്താക്കണം. അതാണ് വേണ്ടത്. എങ്കിലേ ഈ കേരളത്തിലെ വനിതകൾക്ക് അദ്ദേഹം വരുത്തി വെച്ച കേരളത്തിലെ പ്രതിപക്ഷം അങ്ങനെ ഒരു ആവശ്യമൊന്നും ഉന്നയിച്ചിട്ടില്ല. ആ തരത്തിലേക്ക് അദ്ദേഹം മാപ്പ് പറയണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. രാജിവെക്കണം എന്നുള്ള ആവശ്യമൊന്നും എന്തായാലും ഉന്നയിച്ചില്ല. താങ്കൾ അതുകൂടി ഉന്നയിക്കുന്നു. ശ്രീ ഗൗതമാണ് കാസർഗോഡ്. ശ്രീ ഗൗതം, താങ്കൾക്ക് പറയാം. ഈ മന്ത്രി ഒരു വിവരക്കേട് പറയരുത്. ബുദ്ധി ഇല്ലെങ്കിൽ അവിടെ വായ അടച്ചു നിൽക്കുക. ജനങ്ങളോട് ചോദ്യം ചെയ്യരുത്. എന്താ വിചാരിച്ചത് മന്ത്രി? കേരളത്തിലെ സ്ത്രീകളൊക്കെ ഇങ്ങനെ ഒരു ഫ്രീ കൊടുക്കുമ്പോൾ അവരെ ഇങ്ങനെ ഇരുത്തി ആക്ഷേപിക്കാമെന്നാണ്? എന്ത് തോന്നിയവാസമാണ് മന്ത്രി കാണിച്ചു കൂട്ടുന്നത്? വിവരക്കേട് പറയരുത്. ബുദ്ധിയില്ലെങ്കിൽ അത് കാണിച്ചാൽ മതി. കേരള ജനതയെ സ്ത്രീകളെയും ആക്ഷേപിക്കരുത്. ഇതിലും മോശമായിട്ടല്ലേ പഴയ കാലത്ത് എം മണി പറഞ്ഞത്? സൗജന്യം എല്ലാം സർക്കാർ കൊടുത്തിട്ടും അതെല്ലാം വാങ്ങി തിന്നിട്ട് എന്നുള്ള മട്ടില്ല. അതിനേക്കാൾ മോശപ്പെട്ട രീതിയിലല്ലേ പറഞ്ഞത്? ഇത് വ്യാഖ്യാനം മാത്രമേ മണിയാശാൻ പറഞ്ഞതും തെറ്റു തന്നെ പറയും, അല്ലാതെ ന്യായീകരിക്കില്ല ഞാൻ. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. മാടമ്പിത്തരല്ലേ ഇത് പറയുന്നത്? ശരി, ഓക്കെ. സുകുമാരനാണ്, കണ്ണൂരിൽ നിന്നാണ്. ശ്രീ സുകുമാരൻ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? സാറേ, എം പി ആറിന്റെ ശിഷ്യനാണ്. അയാൾക്ക് ഒരു കാരണവശാലും തെറ്റുപറ്റില്ല. ഇത് കയ്യാലപ്പുറത്ത് വെച്ചാൽ തേങ്ങ പോലെ സൗജന്യം കൊടുത്തിട്ട് ഇപ്പൊ ആകപ്പാടെ ഭക്ഷണമായി. അതാണ് കാര്യം, വേറൊന്നല്ല. അത് ആവൂലെങ്കിലും വെച്ചിട്ട് പോകണം മന്ത്രി. പിന്നെ ഇത് പറഞ്ഞിട്ടെന്താ കാര്യം? ഇത് തെറ്റെന്ന് പറയാ ശരിയാ ശരി പറഞ്ഞു. പെണ്ണുങ്ങൾക്ക് കണ്ടമാനം സൗജന്യ യാത്ര കൊടുക്കണം. എല്ലാം ഉദ്യോഗസ്ഥന്മാരാ പോകുന്നു. പിന്നെ പറ്റില്ല, ഒരു സാധാരണക്കാരനെ പെണ്ണുങ്ങൾക്ക് ആ ബസ്സിൽ പോകാനാവുന്നില്ല. ഏതെങ്കിലും ഒരു സ്ത്രീക്ക് ഉദ്യോഗസ്ഥന്മാർക്ക് ഏറ്റവും ഗുണം പെണ്ണുങ്ങൾക്ക്, സ്ത്രീകൾക്ക്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഇവര് ചെയ്യണം. ഇത് എവിടെയോ ഇല്ല, നേതാക്കന്മാർ വന്നിട്ട് പ്രസംഗിച്ച് 5 വോട്ടിന് വേണ്ടി പ്രസംഗിച്ചാൽ പോരാ. ഈ വോട്ടിന് വേണ്ടി മാത്രം ഈ വോട്ടാണ് ലക്ഷ്യവരെ, വേറൊന്നല്ല. ഇതിപ്പം പൂട്ടും, അടുത്ത് 6 മാസത്തിനുള്ളിൽ കൂട്ടി സീലും വെച്ചിട്ട് പോകും KSRTC ബസ്. അതുകൊണ്ട് മന്ത്രി ആവില്ലെങ്കിൽ രാജിയൊക്കെ പോവുക. ഇത് കയ്യാൽ പുറത്ത് വെച്ചാൽ തേങ്ങ പോലെയില്ലേ? ശരി, ശ്രീ പ്രേമനാണ് വടകരയിൽ നിന്നാണ്. ശ്രീ പ്രേമൻ, താങ്കൾ എങ്ങനെ കാണുന്നു ഈ CP ജോണിന്റെ വാക്കുകൾ? അത് ഒരു അപമാനിക്കാൻ വേണ്ടി പറഞ്ഞതാണോ, അതോ അദ്ദേഹം പറയുന്ന രീതിയിൽ വിശാലമായ ഒരു വസ്തുത പറഞ്ഞതാണോ? എന്താണ് താങ്കൾക്ക് അതിൽ പറയാനുള്ളത്? എന്ത് തന്നെയായാലും തെറ്റല്ലേ? ഒരു ഗവൺമെന്റ് ഒരു തെരഞ്ഞെടുപ്പിന് നേരിടുന്ന ഘട്ടത്തിൽ ഒരു മുന്നണി ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനം നിറവേറ്റി എന്ന് പറഞ്ഞിട്ട് ഇപ്പോ ഇത് സൗജന്യത്തെ പറ്റി ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തുക എന്ന് പറഞ്ഞാൽ തെറ്റല്ലേ? അതുകൊണ്ട് ഗവൺമെന്റ് പറ്റാതെ KSRTC ഇത് നഷ്ടത്തിലാണെന്ന് പറഞ്ഞിട്ട് പിന്നെ KSRTCയെ മൂടാൻ വേണ്ടി പോകുന്ന അത്തരത്തിലൊരു ഘട്ടത്തിൽ എത്തിക്കുന്ന ഒരു ഗവൺമെന്റിന്റെ നിലപാട് ദീർഘവീക്ഷണമില്ലാത്ത ഒരു നിലപാടായത് കൊണ്ട് തന്നെയാണ് മന്ത്രിക്ക് ഇത് പറയേണ്ടി വന്നത്. അത് കാരണം ഇത് സ്ത്രീകളുടെ അവകാശ, അത് അവകാശ നിങ്ങൾ കൊടുക്കുമെന്ന് പറഞ്ഞത് ഇപ്പൊ കൊടുക്കുന്നു പറയുന്നു. പക്ഷെ അത് അവകാശമാണ്. അത് നിഷേധിക്കുക എന്ന് പറയുമ്പോൾ അത് നിഷേധിക്കുന്ന രൂപത്തിൽ ഒരു പ്രസ്താവന ഒരു മന്ത്രി ഇറക്കുക എന്ന് പറഞ്ഞാൽ മന്ത്രി സ്ഥാനം തുടരാൻ തന്നെ CP ജോണിന് അർഹതയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഈ ഗവൺമെന്റ് മുഖ്യമന്ത്രിയായി മറുപടി പറയേണ്ടത്. മുഖ്യമന്ത്രി തീർച്ചയായിട്ടും ഇത് മറുപടി പറയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, ഓക്കെ. ശ്രീ പ്രേമനാണ് വടകരയിൽ നിന്നും പ്രതികരിച്ചത്. ശ്രീ റഷീദാണ് കൊയിലാണ്ടിയിൽ നിന്ന്. ശ്രീ റഷീദ്, താങ്കൾ എങ്ങനെയാണ് CP ജോണിനെ പോലെ ഒരു നേതാവിൻ്റെ കയ്യിൽ നിന്ന് ഓരോ നേതാക്കളുടെ കുറിച്ച് ഓരോ പ്രതിച്ഛായയും ഓരോ രീതിയും ഒക്കെ ഉള്ള അവർ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ്, പ്രസംഗിക്കുമ്പോൾ എങ്ങനെയാണ്? പക്ഷേ CP ജോണിനെ പോലെ ഒരു നേതാവ് ഈ തരത്തിൽ അദ്ദേഹം പറയുന്നത് നല്ല ഉദ്ദേശമാണെന്ന്, പക്ഷേ ഇത്തരത്തിൽ വ്യാഖ്യാനിക്കാൻ കഴിയുന്നത് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗം. അതിൽ സംശയമൊന്നുമില്ല. അങ്ങനെ ഒരു പിഴവുണ്ടായത്? നല്ല നല്ല വീക്ഷണങ്ങളുള്ള, കാഴ്ചപ്പാടുള്ള മറ്റിതര രാഷ്ട്രീയ നേതാക്കളിൽ നിന്നും തികച്ചും വ്യത്യസ്തനാണ് CP ജോൺ. അത് എല്ലാ രാഷ്ട്രീയക്കാർക്കും നന്നായിട്ടറിയാം. അദ്ദേഹം പറഞ്ഞതിൽ ഒരു വീഴ്ച വന്നിട്ടുണ്ട്, ഇല്ല എന്നല്ല. അദ്ദേഹം അത് തിരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ തള്ളിക്കയറ്റം എന്ന ഒരു പദപ്രയോഗം ഒഴിവാക്കിയാൽ നാട്ടിലെ ദാരിദ്ര്യത്തിന്റെ ഒരു മുഖമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. എല്ലാ മേഖലകളിലും ഇവിടെ ദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ട്. അതിന്റെ മകുട ഉദാഹരണമാണ് അദ്ദേഹം നിരത്തിയിട്ടുള്ളത്. അത് ആരോഗ്യ രംഗത്തായാലും ഈ പറഞ്ഞ ഗതാഗത മേഖലയിലായാലും അതേപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലായാലും
ഒക്കെ തന്നെ അതിന്റെ ഭവിഷ്യത്തുകളും അതിന്റെ ഗുണഗണങ്ങളും അദ്ദേഹം വിശദീകരിക്കേണ്ട സമയത്ത് ഈ ഒരു തള്ളിക്കയറ്റം എന്നൊരു പദമാണ് അദ്ദേഹത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. അത് അദ്ദേഹം തിരുത്തുകയും ചെയ്തിട്ടുണ്ട്. അതാണ് എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത്. പിന്നെ പ്രദീപിന്റെ കാര്യത്തിലൊന്നും മറുപടി പറഞ്ഞോട്ടെ. പ്രദീപ് നാട്ടിലേക്ക് ഇവിടുന്ന് അമേരിക്കയിൽ നിന്ന് വന്നതാണല്ലോ. ഇവിടെ പിന്നെ കക്കൂസ് നന്നാക്കാൻ വേണ്ടി നമ്മൾ തെരഞ്ഞെടുത്ത മുഖ്യമന്ത്രിയല്ല വി.ഡി. സതീശൻ. അതാത് പ്രദേശങ്ങളിൽ പ്രാദേശിക ഭരണകൂടങ്ങളുണ്ട്. അത് മുനിസിപ്പാലിറ്റി ആയാലും കോർപ്പറേഷൻ ആയാലും പഞ്ചായത്ത്, അവിടെ ഒന്ന് പോയി പറ, രാജേഷിനോടൊന്ന് പോയി പറ ഇങ്ങനെയാണ് തിരുവനന്തപുരത്തെ അവസ്ഥ എന്ന്. എന്നാൽ അതിനൊരു പരിഹാരം കണ്ടെത്തും. അല്ലാതെ വി.ഡി. സതീശനല്ല ആ അവസ്ഥ മാറ്റേണ്ടത്. വി.ഡി. സതീശൻ 2 മാസം കൊണ്ട് ചെയ്ത കാര്യങ്ങളുണ്ടല്ലോ, 5 കൊല്ലം ഒരു ഭരണാധികാരിക്ക് ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്ത് ആ ചെയ്തതിന്റെ ഒരു നന്മയെങ്കിലും പറയാൻ പ്രദീപ് എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല? അപ്പൊ അത് മാത്രം നെഗറ്റീവ് മാത്രമല്ല പറയേണ്ടത്, പോസിറ്റീവ് പറയണം. അതേപോലെ ഓരോരോ നാട്ടിലും അതാത് ഭരണകൂടങ്ങൾ ചെറിയ വിഷയം അല്ല, താങ്കൾ പറഞ്ഞതിനകത്ത് ഒരു ചെറിയ വിഷയമുണ്ട്. ഈ തിരുവനന്തപുരം KSRTC ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിൽ ശുചിമുറി വൃത്തിയായി സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ആ ഗതാഗത വകുപ്പിനും KSRTCക്കും ഉണ്ട്. അത് വൃത്തിയായി സൂക്ഷിക്കുന്നില്ല എന്നുള്ളത് അക്കാര്യത്തിൽ നമ്മുടെ വീഴ്ച അംഗീകരിച്ച് മറ്റ് പല രംഗങ്ങളിലും വികസനമൊക്കെ ഉണ്ടാകുമ്പോഴും ഇപ്പോഴും KSRTCയിൽ ചെന്ന് കഴിഞ്ഞാൽ പണ്ടത്തെക്കാൾ ഒരുപാട് മെച്ചം. പണ്ട് ഒരു കാരണവശാലും കയറാൻ പോലും കഴിയില്ലാത്ത അവസ്ഥയായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ മെച്ചപ്പെട്ടു. പക്ഷെ ഇപ്പോഴും ഒരു മെച്ചപ്പെട്ട അവസ്ഥയിലല്ല. 2016 മുതൽ 26 വരെ ഒന്നല്ല, പണ്ടേ അല്ല. അത് ഞാൻ അങ്ങനെ ഏതെങ്കിലും ഒരു ഇയർ പറഞ്ഞതല്ല. പഴയതിനേക്കാൾ മെച്ചപ്പെട്ടുവെങ്കിലും ഇപ്പോഴും നമ്മുടെ ശുചിമുറികളുടെ അവസ്ഥ അത്ര മെച്ചപ്പെട്ടതല്ല. എന്നാലും അല്ല, ഞാൻ പറയുന്ന അതല്ല. നമ്മൾ വെറും നെഗറ്റീവ് മാത്രമാ, പോസിറ്റീവ് കൂടി നമ്മൾ പറയണം. അതാണ് പറഞ്ഞത്. എന്തെങ്കിലും പറഞ്ഞു പോകുന്നതിനേക്കാൾ നമ്മൾ ബിനോയ് ആണ് കൊല്ലത്ത് നിന്നാണ്. ശ്രീ ബിനോയ്, താങ്കൾ എങ്ങനെയാണ് ഈ CP ജോണിന്റെ വാക്കുകളെ കാണുന്നത്? സൗജന്യം സർക്കാർ പ്രഖ്യാപിക്കുന്നു, അവിടെ സ്ത്രീകൾ തള്ളിക്കയറുന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ സൗജന്യം സർക്കാർ പ്രഖ്യാപിച്ചെടുത്താണ് അവർ കയറിയത്. അവരുടെ ഒരു അവകാശമാണല്ല, ആരുടെയെങ്കിലും ഒരു ഔദാര്യമല്ല. പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അവകാശമാണ്. അപ്പോൾ അവരെ പിന്നീട് കളിയാക്കുക എന്ന് പറയുന്നത് ശരിയാണോ? നമസ്കാരം കിരണേ. അദ്ദേഹം പറഞ്ഞതിൽ യാഥാർത്ഥ്യങ്ങളുണ്ട്. പക്ഷെ പറഞ്ഞത് ശൈലി ശരിയായില്ലെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. കാരണം ഈ ഗവൺമെന്റ് തീർച്ചയായിട്ടും ഇത് സ്ത്രീകൾക്ക് ബസ് സൗജന്യ യാത്ര എന്നൊക്കെ പറഞ്ഞാണ് വോട്ട് നേടി ഞങ്ങൾ അധികാരത്തിൽ വന്നത്. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടുള്ളത്, ഫ്രീ ആണ് എന്ന് പറഞ്ഞ് എല്ലാവരും എല്ലാം യൂസ് ചെയ്യുന്നതിനോട് എനിക്ക് അസംതൃപ്തിയുണ്ട്. കാരണം ഇവിടെ ഒരുപാട് പേര് സൂചിപ്പിച്ചതുപോലെ ഇവിടെ 1,80,000 1,50,000 70,000 രൂപയൊക്കെ ശമ്പളം വാങ്ങുന്നവർ പോലും സത്യത്തിൽ ഈ പ്രിയദർശിനി ബസ്സിൽ യാത്ര ചെയ്ത് അവര് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർ സത്യത്തിൽ അവര് ആ ബസ്സിൽ കയറി യാത്ര ചെയ്യാതെ ഇത് ഒരു പുതിയ ഒരു സമൂഹത്തിനെ, അതായത് ഇല്ലായ്മപ്പെട്ട ഒരു സമൂഹമുണ്ട്, അവർക്ക് വേണ്ടി അവർ കൂടുതൽ ഉപയോഗിക്കട്ടെ. 10,000 20,000 15,000 രൂപ ശമ്പളം വാങ്ങുന്ന ആളുകളുണ്ട്. അവരതിൽ യോഗ്യരാണ് കയറിപ്പോകാൻ. നമ്മൾ ഉള്ളവരെന്ത് ചെയ്യണം? പൈസ കൊടുത്ത് ഉള്ള രീതിയിൽ യാത്ര ചെയ്യണം. അതാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ഒരു ഫ്രീ കിട്ടി എന്ന് പറയുമ്പോൾ എല്ലാവരും ആ ഫ്രീയിൽ കടന്ന് തള്ളുന്നത് ശരിയല്ല. നമ്മൾ ആ ബസ്സിൽ കയറിയാൽ 1.5 ലക്ഷം രൂപയുടെ ഐഫോണും, ഞാൻ ഉദാഹരണം ബസ് മാത്രം പറയാണ്, 1.5 ലക്ഷം രൂപയുടെ ഐഫോൺ സാധനങ്ങളൊക്കെ ഉള്ളവര് അങ്ങനെയാണെങ്കിൽ സർക്കാർ അങ്ങനെ പ്രഖ്യാപിക്കണമായിരുന്നു. ഇത് ഇന്ന സാമ്പത്തികമായി ഇന്ന വരുമാനം വരെ ഉള്ളവർക്ക് ഇതിൽ സൗജന്യം അങ്ങനെ സർക്കാർ എന്താണ് പ്രഖ്യാപിച്ചത്? സർക്കാർ എല്ലാ സ്ത്രീകൾക്കും, ആ സ്ത്രീകളുടെ സാമ്പത്തികമോ അല്ലെങ്കിൽ മറ്റ് ഒരു മാനദണ്ഡവും ഇല്ലാതെ എല്ലാ സ്ത്രീകൾക്കും ഓർഡിനറി ബസ്സുകളിൽ, അതും പ്രിയദർശിനി ബോർഡുള്ള ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര പ്രഖ്യാപിച്ചു. എന്നിട്ട് അവിടെ ആ ബസ്സിൽ കൂടുതൽ ആളുകൾ ഇടിച്ചു കയറുന്നു, തള്ളിക്കയറുന്നു എന്നൊക്കെ പറയുന്നത് ശരിയാണോ? താങ്കൾ പറഞ്ഞ അർത്ഥത്തിലല്ല പറഞ്ഞതാണ് മന്ത്രി പറഞ്ഞത്. പക്ഷെ താങ്കൾ പറഞ്ഞ അർത്ഥത്തിൽ പറഞ്ഞാൽ പോലും അത് തെറ്റല്ലേ? അല്ല, തെറ്റ് ഞാൻ പറയാം. അങ്ങനെയുണ്ടെങ്കിൽ ഐഫോൺ ഉള്ളവർ കയറണ്ട എന്ന് തീരുമാനിക്കണം. അങ്ങനെയാണോ നിങ്ങൾ തീരുമാനിച്ചല്ലോ? പറഞ്ഞത് അങ്ങനല്ല. ഈ നമ്മളുടെ സാമൂഹ്യ, അതായത് വരുമാനത്തിൽ താഴെയുള്ള ഒരുപാട് ആളുകളുണ്ട്. അവര് ഈ പ്രിയദർശിനി കാത്തു നിന്ന് തള്ളി കയറി പോയേ അവർക്ക് പറ്റുകയുള്ളൂ. കാരണം അവരുടെ വരുമാന സ്രോതസ്സും വരുമാനവും അങ്ങനെയാണ്. അപ്പൊ നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യണം?
ആകെ പ്രിയദർശിനി പോട്ടെ, മറ്റേ ബസ് ഇപ്പൊ പ്രിയദർശിനിക്ക് വേണ്ടി താങ്കൾ പറയുന്ന അർത്ഥത്തിലാണെങ്കിൽ മറ്റൊരു ബസ് വന്നിട്ടും സാമ്പത്തികമായ ശേഷിയുള്ള ഒരാൾ അതിൽ കയറാതെ പ്രിയദർശിനിൽ കയറുന്ന ഒരു കുറച്ച് പേരെങ്കിലും ഉണ്ടെങ്കിൽ വേണമെങ്കിൽ അങ്ങനെ പറയാം. അല്ലാതെ പ്രിയദർശിനി മാത്രമുള്ള റൂട്ടിനകത്ത് ചിലപ്പോൾ അവിടെ ആകെ ഒരു ഓർഡിനറി ബസ് വന്നു കഴിഞ്ഞാൽ പിന്നീട് അടുത്ത ബസ് വരണമെങ്കിൽ ചിലപ്പോൾ 10-15 ചിലപ്പോൾ അരമണിക്കൂറൊക്കെ കഴിയും. അവിടെ വരുന്ന ബസ്സിനകത്ത് ആദ്യം വരുന്ന ബസ്സിനകത്ത് പ്രിയദർശിനി ആയതുകൊണ്ട് ഞാൻ കയറുന്നില്ല എന്നൊക്കെ കരുതി ആളുകൾക്ക് മാറി നിൽക്കാൻ കഴിയും? അതൊന്നും കഴിയില്ല. ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ചെയ്യേണ്ടത് സർക്കാരല്ലേ? സർക്കാരെങ്കിലും അങ്ങനെ തീരുമാനിക്കണം. അല്ലാതെ സർക്കാർ ഒരു സൗജന്യം പ്രഖ്യാപിച്ചിട്ട് അത് ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയുന്ന കാര്യമുണ്ട്. കിരണേ ഞാനൊന്ന് പറഞ്ഞോട്ടെ. മന്ത്രി പൊതുവായിട്ടൊരു കാര്യം പറഞ്ഞു. നമ്മളെ ഈ ഹോസ്പിറ്റലുകളിലും ഒക്കെ ഇത് തന്നെയാണ്. ഹോസ്പിറ്റലുകളിലും പൈസ സാമ്പത്തിക രേഖയ്ക്ക് താഴെ ഉള്ളവർക്ക്. ശരി, ഓക്കെ. ശ്രീ രാമകൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്നാണ്. ശ്രീ രാമകൃഷ്ണൻ, താങ്കൾ എങ്ങനെയാണ് തിരുവനന്തപുരത്ത് നിന്ന് ജയിച്ച CP ജോൺ മന്ത്രിയുടെ വാക്കുകളെ വിലയിരുത്തുന്നത്? ശ്രീ രാമകൃഷ്ണൻ പറഞ്ഞോളൂ. പറയട്ടെ. ഞാൻ തിരുവനന്തപുരത്ത് വിളിക്കാനാ. ശരി, തിരുവനന്തപുരം ഏതാ? തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് തന്നെയാണോ? അതെ, നേമം നിയോജക മണ്ഡലം. ശരി, നേമത്ത് നിന്നാണ്. നിങ്ങൾ ഈ ബസ് ഫ്രീ കൊടുത്ത് ഈ 1 ലക്ഷം രൂപ ശമ്പളം പഠിക്കുന്ന ആൾക്ക് ഫ്രീ കൊടുത്ത് ഒരു വരുമാനം ഇല്ലാത്തവർക്ക് കൊടുത്തതിന് ശരി, അല്ലെങ്കിൽ സ്കൂൾ സ്റ്റുഡന്റിന് കൊടുക്കുക, അല്ലെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് ഏജ് ആയ 60 മേലെ വയസ്സ് പ്രായമുള്ളവർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ റേഷൻ കാർഡ് കൊടുക്കുക. ഇതുള്ള സ്ത്രീകളും ഇന്നലെ ഞാൻ നേമത്ത് നിന്ന് കണ്ടു. ഒരു ബസ് നിറച്ച് ലേഡീസ്, അതിനകത്ത് ഒരു ജെന്റ്സ് വളരെ ചുരുക്കമാണ്, 1-2 പേരേ ഉള്ളൂ. കാരണം ഒരു ഗവൺമെന്റ് ജോലിക്കാരാ. വൈകിട്ട് 5 മണിക്ക് ഓഫീസ് വിട്ട് വന്ന് കയറുന്ന മൊത്തവും പ്രിയദർശിനി ബസ്സിനകത്താണ്. എല്ലാ സെക്രട്ടേറിയറ്റിലും കളക്ടറേറ്റിലും അവിടെ ഇവിടെ ജോലിക്കാർ, എല്ലാ ഗവൺമെന്റ് ജോലിക്കാർ. എന്തിനാ ഇവർക്കെല്ലാം കൊടുക്കുന്നത്? ഗവൺമെന്റ് നഷ്ടമല്ല ഇതെല്ലാം കൊടുക്കുന്നത്. KSRTC വരുമാനം കുറയ്ക്കുകയല്ലേ ഇതില്ല? ഹലോ, കേൾക്കാൻ പറഞ്ഞോളൂ. ഇതെല്ലാം KSRTC വരുമാനത്തിൽ ഇവിടെ പെട്ടതാണ്. അപ്പൊ അവർ ഇതെന്തിനാ ഇങ്ങനെ കൊടുക്കേണ്ട ആവശ്യം? നിങ്ങളൊരു റേഷൻ കാർഡ് നോക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഒരു വരുമാനം സാമ്പത്തികമായി പിന്നാക്ക നിൽക്കുന്ന ആളുകൾക്ക് കൊടുക്കേണ്ടത് എല്ലാവർക്കും കൂടി കൊടുക്കുന്നത്. നമുക്ക് വേഗത്തിൽ ചില യൂട്യൂബ് കമന്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. സ്ത്രീകളെയും പെൻഷൻകാരെയും മണിയാശാൻ അവമാനിച്ചപ്പോൾ കൃഷ്ണൻകുട്ടി സഖാവ് ഒരക്ഷരം മിണ്ടിയോ എന്നൊക്കെ ശശിരംപിള്ള ചോദിക്കുന്നു. അജിത് കുമാർ മാറോളി പറയുന്നു 2 മാസം കൊണ്ട് സതീശൻ എന്ത് കുന്തമാ ചെയ്തത് റഷീദ എന്നൊക്കെ ചോദിക്കുന്നു. മണിയാശാൻ ഇട്ടാൽ ബർമുട, വേറെ ആരെങ്കിലും ഇട്ടാൽ വള്ളി നിക്കർ എന്നൊക്കെ പറയുന്നു. ഗ്ലാഡിയേറ്റർ, ശശിരംപിള്ള, മുരളി, പ്രധാനമന്ത്രിയുടെ ശമ്പളം 2.8 ലക്ഷം, PSC ചെയർമാൻ ശമ്പളം 4 ലക്ഷം, എന്തല്ലേ കേരളം എന്ന് മുരളി ചോദിക്കുന്നു. മറ്റേതെല്ലാം ജോസ് പറയുന്നു, എവിടെയാ മുരളീധരൻ നായർ? എൻ്റെ നമ്പർ തരാം സുനിലെ. ഹലോ, ഞാൻ മുങ്ങത്തില്ല എന്നൊക്കെയാണ്. അതവർ തമ്മിലുള്ള തർക്കങ്ങൾ ആണ് എന്ന് തോന്നുന്നത്. ഞാൻ എല്ലാവരുടെയും ഒരേ ആളുകളുടെ നിരവധി കമൻറ്റുകൾ വന്നത് ഒഴിവാക്കിയതാണ്. ഇവിടെ തമിഴ്നാട്ടിൽ സ്ത്രീകൾക്ക് ഫ്രീ സർവീസ് വിജയമാണെന്ന് പറയുന്നു. സണ്ണിച്ചായൻ ആ വിശ്വാസത്തിൽ വെള്ളം കിട്ടിയോ എന്നൊക്കെ പ്രമോദ് നാണു ചോദിക്കുന്നു. കേരളത്തിൻ്റെ അവസ്ഥ മോശമാണെന്ന് സന്തോഷ് കുമാർ പറയുന്നു. ഇവിടെ മഴയുണ്ടോ? നാളെ കോട്ടെടുത്തിട്ട് വാ എന്നൊക്കെ മുരളീധരൻ പറയുന്നു. എന്തായാലും കാലാവസ്ഥയെക്കുറിച്ചുള്ള ചർച്ചകളുമൊക്കെ നടക്കുന്നുണ്ട്. ഭൂരിപക്ഷം പ്രേക്ഷകരും അഭിപ്രായപ്പെട്ടതിൽ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് അത്തരത്തിൽ ഒരു പിഴവ് ആ പ്രയോഗത്തിലായാലും വാക്കിലായാലും അത് ഉണ്ടായത് ശരിയായില്ല. അത് സൂക്ഷിച്ച് പ്രയോഗിക്കേണ്ട ആളാണ് മന്ത്രി. പ്രത്യേകിച്ച് മന്ത്രിസ്ഥാനത്തിരിക്കുമ്പോൾ സാധാരണക്കാർക്ക് വേണമെങ്കിൽ ഇത്തരം അഭിപ്രായങ്ങളൊക്കെ പറയാം. പക്ഷേ മന്ത്രി ഇങ്ങനെ ഒരു അഭിപ്രായം പറയുമ്പോൾ അതിൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. കാരണം താങ്കൾ വഹിക്കുന്ന സ്ഥാനം ഏത് എന്നുള്ളത് ഇതുവരെ ഉണ്ടായിരുന്നതുപോലെ പ്രതിപക്ഷത്ത് നിൽക്കുന്ന ഒരു നേതാവല്ല, മന്ത്രിയാണ്, സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗമാണ്. അവിടെ നിന്ന് പറയുന്ന ഒരാൾ പറയുമ്പോൾ ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് പറയണം എന്ന് ചൂണ്ടിക്കാണിച്ചവരുണ്ട്. പിന്നെ അതല്ല, മന്ത്രി പറഞ്ഞതിലൊരു യാഥാർത്ഥ്യമുണ്ടോ? തെരഞ്ഞെടുപ്പിലൊരു വാഗ്ദാനം കൊടുത്ത് ആ വാഗ്ദാനം കൊടുത്ത് KSRTC തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് അത് പോകുന്നു എന്നുള്ള അഭിപ്രായമുള്ളവരുണ്ട്. വ്യത്യസ്തമായ രീതിയിൽ അതിനെ ന്യായീകരിക്കുകയും അതിനെ തള്ളിക്കളയുകയും ഒക്കെ ചെയ്ത തരത്തിലേക്ക് പലതരത്തിലേക്കുള്ള വ്യാഖ്യാനങ്ങൾ അതുമായി ബന്ധപ്പെട്ടൊക്കെ അഭിപ്രായങ്ങളുണ്ടായി. ജനാധിപത്യത്തിൻ്റെ ഒരു സൗന്ദര്യം കൂടി അതാണ്, വ്യത്യസ്ത തരം അഭിപ്രായങ്ങൾ ഉണ്ടാവുന്നു എന്നതുകൂടിയാണ്. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റു വിഷയവുമായി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.